ഗൾഫ് രാജ്യങ്ങളിലുമെത്തിയ മലയാളികൾ ഒരുമിച്ച് കൂടാൻ തുടരുന്നു. 1993 ഈ വിധം നാട്ടിൽ നിന്നും സജീവമായി SSFിലും സംഘടനയിലെല്ലാം പ്രവർത്തിച്ച് കടന്നെത്തിയ ഒരു കൂട്ടം ആൾക്കാർ ദുബായിലെ സെറൂനി പള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രയാണമാണ് റിസാല സ്റ്റഡി സർക്കിളിൻ്റേത്. അങ്ങനെ തുടങ്ങി 30 വർഷം പിന്നിട്ട് സംഘടനയിൽ നിന്ന് എത്തി നിൽക്കുന്നത് സ്വപ്നതുല്യമായ ഇടങ്ങളിൽ തന്നെയാണ്. ആദ്യഘട്ടങ്ങളിൽ GCC രാജ്യങ്ങളിൽ പ്രവർത്തിച്ച സംഘടന ഇന്ന് അമേരിക്കയും യൂറോപ്പും ഭൂഖണ്ഡങ്ങൾ താണ്ടി ഇന്ത്യയൊക്കെ 17 രാജ്യങ്ങളിൽ വ്യവസ്ഥാധികമായി പ്രവർത്തിക്കുന്ന സംഘടനയായി മാറിയിട്ടുണ്ട്. 30 വർഷത്തെ ചരിത്രങ്ങൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ പൊതു ഇടങ്ങളിലേക്ക് സംഘടനയ്ക്ക് വളരെ നല്ല നിലയിൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റിയിട്ടുണ്ട്. സാഹിത്യോത്സവിലെയും നോളജ് ആൻഡ് ടെക്നിക്കൽ ഫെസ്റ്റ് അഥവാ നോട്ടക്കിലൂടെയും ബുക്ക് ടെസ്റ്റിലൂടെയും തർത്തീലിലൂടെയും മലയാളികളുടെ ഇടങ്ങളിലേക്ക് സംഘടനയ്ക്ക് കൃത്യമായ ഇടം തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. 30 വർഷം പിന്നിടുമ്പോൾ പ്രവർത്തകരെ കാലത്തിനോടൊപ്പം സഞ്ചരിപ്പിക്കുക എന്ന പദ്ധതിയോട് കൂടി തന്നെ നല്ല കാഴ്ചപ്പാടിലൂടെ തന്നെ ഏറ്റവും ആധുനിക രീതിയിൽ ഏറ്റവും അടിസ്ഥാന ഘടകത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകനെ പോലും സജ്ജരാക്കുക എന്ന പ്രമേയത്തിലാണ് സംഘടന എത്തി നിൽക്കുന്നത്. 30 വർഷത്തെ 30ാം വാർഷിക പ്രത്യേക പദ്ധതിയായ ക്ലബ് ദി പേൾ. ഇന്ന് ക്ലബ് ദി പേൾ അംഗങ്ങളായി പ്രത്യേക ഒരു ടീമിനെ സജ്ജരാക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ യൂണിറ്റിലെ പ്രവർത്തകരെ പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഇന്നത്തെ യുഗത്തോടൊപ്പം തന്നെ ഇന്ന കാലഘട്ടത്തിൻ്റെ പൾസ് അനുസരിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ നടക്കാൻ സജ്ജരാക്കുക എന്ന പ്രത്യേക പദ്ധതി തന്നെയാണ് സംഘടന മുന്നോട്ട് വെച്ചത്. ക്ലബ് ദി പേൾ അംഗങ്ങൾക്ക് നൽകുന്ന പ്രത്യേക LMS സംവിധാനത്തിലൂടെ നൽകുന്ന കോഴ്സുകൾ ഏതൊരു നൂതന ടെക്നോളജിയോട് കിടപിടിക്കാവുന്ന ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ വ്യക്തിപരമായും അവൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള കോഴ്സുകൾ അവർക്ക് നൽകി വരുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ എക്സലൻസി ടെസ്റ്റും എക്സലൻസി സർവേകളും എല്ലാം 30ാം വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടന്നു വരുന്നു. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് 30ാം വാർഷിക പ്രമേയമായ വിഭവം കരുതണം വിപ്ലവമാവണം എന്ന പ്രമേയത്തിന് മേലുള്ള ചർച്ചയാണ്. ഇതിനായി ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട അതിഥികൾ ഇന്ത്യൻ സോഷ്യൽ സെന്റർ ജനറൽ സെക്രട്ടറി മണികണ്ഠൻ സാർ, ഇൻകാസ് അലൈൻ്റെ സാരഥി സലീം സാർ, ICF നാഷണൽ സെക്രട്ടറി അബ്ദുൽ നാസർ കൊടിയത്തൂർ, ICF അലൈൻ ജനറൽ സെക്രട്ടറി അസീസ് ഖാൻ, അതുപോലെ ഹംസ ഉസ്താദ്, ICF പ്രസിഡന്റ് മജീദ് സഖാഫി ഉസ്താദ്, RSC നാഷണൽ എക്സിക്യൂട്ടീവ് സെക്രട്ടറി റാഷിദ് മൂർക്കനാട് അവർ, അതുപോലെ സദസ്സിലും സ്റ്റേജിലുമുള്ള എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വആലി കുല്ലിൻ വസഹബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. قال الله تعالى في القرآن المجيد: والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام. ബഹുമാന
ആദരവുകൾ നിറഞ്ഞ ഈ മഹത്തായ സംഗമത്തിൻ്റെ അധ്യക്ഷൻ, RSCയുടെ സെൻട്രൽ ചെയർമാൻ നസീർ ഉസ്താദ്, വിശിഷ്ട അതിഥികളായ ISCയുടെ ജയ്യനായ സെക്രട്ടറി മണികണ്ഠൻ സാർ, ഇൻകാസ് സാരഥി സലീം സാർ, ICF നാഷണൽ ഓർഗനൈസേഷൻ സെക്രട്ടറി ഗവർണറായ നാസർ ഹാജി കൊടിയത്തൂർ, പ്രമേയം അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് റാഷിദ് മൂർക്കനാട്, മറ്റ് ICFൻ്റെയും RSCയുടെയും സമുന്നതരായ നേതൃത്വം, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. നാമുഖമായി ദുആ ചെയ്യും. പറഞ്ഞ സമയത്തിലും അല്പം വൈകിയാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഉദ്ഘാടന ഭാഷണം നീട്ടുന്നില്ല. ചർച്ചയും പ്രമേയ അവതരണമൊക്കെയാണ് പ്രധാനമായിട്ട് ഇവിടെ നടക്കാനുള്ളത്. സ്വാഗത ഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ RSC എന്ന വിദ്യാർത്ഥി യുവ പ്രസ്ഥാനം പ്രവാസ ലോകത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് 30 വർഷം തികയുന്ന ഈ സന്തോഷ വർഷത്തിൽ അതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. 50 പൂർത്തിയായ SSFൻ്റെ പ്രവാസ പതിപ്പാണ് 30 പൂർത്തിയായ RSC എന്ന് പറയുന്നത്. SSFൻ്റെ അതിസംഭവബഹുലമായ ഇന്ത്യൻ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന രീതിയിൽ മുംബൈയിൽ നടന്ന സമ്മേളനം മറക്കാൻ സമയമായിട്ടില്ല. അതാണ്, ആ സമ്മേളനമാണ് 50 വർഷം കൊണ്ട് SSF സാധിച്ച വിപ്ലവത്തിൻ്റെ ഒരു ചെറിയൊരു പതിപ്പായിരുന്നു നമ്മളിവിടെ കണ്ടത്. ഇൻഷാ അല്ലാഹ് 30 വർഷം പൂർത്തിയാവുന്ന RSCക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. ധർമ്മത്തിൻ്റെ, സംഘാടനത്തിൻ്റെ, അനീതിക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ ഒരുപാട് കഥകൾ പ്രവാസ ഭൂമികയിൽ തീർത്തത് നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് ഭൂഖണ്ഡങ്ങൾ കടന്ന് 17 രാജ്യങ്ങളിൽ വളർന്ന് പന്തലിച്ച് പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ പുതിയ പഠനങ്ങളും പുതിയ പ്രമേയങ്ങളും അവതരിപ്പിച്ച് പുതുതലമുറയെ പുതിയ കാലത്തോട് സംവദിക്കാനും പുതിയ കാലത്തിനൊത്ത് ജീവിക്കാനും സമൂഹത്തിൽ മാന്യനായി സമൂഹത്തിന് ആവശ്യമായ നിലക്ക് ജീവിക്കാൻ സ്വാർത്ഥത വെടിഞ്ഞ് അഹന്തയും അക്രാന്തവും വെടിഞ്ഞ് സമൂഹത്തിന് നന്മ ചെയ്യുന്ന നീതിയുള്ള ഒരു പൗരനായി ജീവിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പാഠങ്ങളും പഠനങ്ങളുമാണ് RSC മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഏറ്റവും ഉദാത്തമായ ഒരു പഠനമാണ്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ്, ഒരു മാതൃകയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന ഈ പ്രമേയം. വിഭവങ്ങൾ കരുതണം, വിപ്ലവമാവണം. ഈ ലോകം ആരുടെയും സ്വന്തമല്ല. ഇതിനെ പടച്ച രക്ഷിതാവിൻ്റെതാണ്. ആ രക്ഷിതാവാണ്, ആ സൃഷ്ടാവാണ് ഈ ലോകത്തെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. നാം അതിൽ ചെറിയ ഒരു ഗോളത്തിൽ, ഈ ലോകത്തിൻ്റെ കോടിക്കണക്കിന് ഗാലക്സികളിൽ
അതിൽ വളരെ ഏറ്റവും ചെറുതായ ഒരു ഗോളം ഭൂമി, ഈ ഭൂമിയിൽ അധിവസിക്കുന്ന കുതിരയെ പോലെ ഉയർന്നു ചാടാനോ ചിറ്റപ്പുലിയെ പോലെ ഓടി അകലാനോ ആനയെ പോലെ വലിയ ഭാരം ചുമക്കാനോ മത്സ്യത്തെ പോലെ ഒരുപാട് സമയം വെള്ളത്തിൽ കളിക്കാനോ ഒന്നും കഴിവില്ലാത്ത, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പരിമിതിയാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് പരിമിതിയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. പക്ഷേ ഈ ലോകം മുഴുവനും മനുഷ്യൻ്റെതാണെന്ന മിഥ്യാധാരണയാണ് മനുഷ്യനെ ഇന്ന് പിടികൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഹ്മാനിലൂടെ വളരെ വിശദമായി ഈ ലോകം സംവിധാനിച്ചത് എങ്ങനെയാണെന്നും മനുഷ്യൻ അതിൽ ഏത് രീതിയിൽ ജീവിക്കണമെന്നും എന്താണ് മനുഷ്യന്റെ ധർമ്മമെന്നും മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നും വ്യക്തമായി പടച്ച റബ്ബ് സൂറത്തുർ റഹ്മാനിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. ഒരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലുള്ള സർവസ്വവും നിങ്ങൾക്ക് വേണ്ടിയാണ് പടച്ച റബ്ബ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടേതാണ്. ആകാശവും സൂര്യനും ചന്ദ്രനും കോടിക്കണക്കിന് ഗോളങ്ങളും നക്ഷത്രങ്ങളും ഭൂമിയിലെ സർവ വിഭവങ്ങളും എല്ലാം നിങ്ങൾക്കുള്ളതാണെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. പക്ഷേ അതേ അല്ലാഹു തആല മനുഷ്യനെ മറ്റൊരു ഭാഗത്ത് ഓർമ്മപ്പെടുത്തുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇതൊക്കെ ഈ ലോകം നിനക്കുള്ളതാണെന്ന് മനസ്സിലാക്കി വെട്ടിപ്പിടിക്കാനോ വാരിപ്പിടിക്കാനോ മരണം വരെ ഈ വിഭവങ്ങൾ സമാഹരിക്കുന്നതിൽ സമ്പത്തും നിന്റെ മറ്റു കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടുന്നതിൽ അല്ലെങ്കിൽ അതിനു വേണ്ടി നെട്ടോട്ടം ഓടണമെന്നല്ല ഇതിൻ്റെ ഉദ്ദേശ്യം. മറിച്ച് പടച്ച റബ്ബിനെ അറിഞ്ഞ് ആരാധിക്കാൻ വേണ്ട കാര്യങ്ങൾ ഈ ഭൂമിയിൽ നീ ഉപയോഗപ്പെടുത്തുക. ഒന്നുകൂടെ വിശദമായി സൂറത്തുർ റഹ്മാനിലൂടെ അല്ലാഹു തആല പറഞ്ഞു, വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ. ആകാശത്തെ അല്ലാഹു തആല ഉയർത്തി. ആകാശം നമ്മുടെ മുകളിലാണ്. തൂണുകളില്ലാതെ ഉയർത്തിയ നിലനിർത്തിയ ഒരു മേലാപ്പാണ് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ആകാശം എന്ന് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, വവളഅൽ മീസാൻ, സന്തുലിതാവസ്ഥ എന്നൊരു സംഭവം അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട് ഈ ലോകത്തിന്. വലാ തുഖ്സിറുൽ മീസാൻ, ആ സന്തുലിതാവസ്ഥക്ക് കോടാലി വെക്കാൻ പാടില്ല. ഒരിക്കലും നാം ശ്വസിക്കുന്ന വായു, നാം കുടിക്കുന്ന വെള്ളം, നമുക്ക് ഈ ഭൂമിയിൽ ലഭ്യമാകുന്ന ഭക്ഷണം, നമ്മുടെ കൃഷിയിടം, ഭൂമി, വനങ്ങൾ, വെള്ളം, നദികൾ, കടല്, പാറകൾ, പർവ്വതങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഈ ഭൂമിയിൽ ലോകരക്ഷിതാവായ റബ്ബ് ഏതെല്ലാം വിഭവങ്ങൾ സംവിധാനിച്ചിട്ടുണ്ടോ അതിലൊന്നുമുള്ള സന്തുലിതാവസ്ഥ നിങ്ങൾ അതിന് ഭംഗം വരുത്താൻ പാടില്ല. വലാ തുഖ്സിറുൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത, നീതിപൂർവമായിരിക്കണം നിങ്ങൾ പെരുമാറേണ്ടത്. എന്നെപ്പോലെ അപരനും ജീവിക്കണം, എന്നെപ്പോലെ മറ്റുള്ള ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധം മനുഷ്യന് ഉണ്ടാവേണ്ടതുണ്ട്. ഇത് ചിന്തിച്ചുകൊണ്ടാണ്, ഇതിൽ നിന്നാണ് ആവശ്യമായ വിഭവങ്ങൾ നാം സമാഹരിക്കേണ്ടത്. നമ്മുടെ ആരോഗ്യം ഏറ്റവും വലിയ സമാഹരിക്കേണ്ട, കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ ഒരു വിഭവമാണ്. ഈ ആരോഗ്യം എനിക്ക് മാത്രമല്ല, എൻ്റെ സഹജീവികൾക്കും വേണം. വെള്ളം, ആവശ്യമായ വെള്ളം ഉപയോഗിച്ച് ബാക്കിയുള്ളത് കെട്ടിക്കിടക്കാൻ പാടില്ല, അത് അപരന് തടയാൻ പാടില്ല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. നീ കഴിക്കുന്ന മാങ്ങ, ആ മാവ് നീ നട്ടതായിരിക്കില്ല. അവിടുന്ന് പറഞ്ഞു,
അവസാന നിമിഷം നിന്റെ കയ്യിൽ ഒരു വിത്തുണ്ടെങ്കിൽ, ഒരു ചെടി ഉണ്ടെങ്കിൽ അത് നീ നടണം. അത് നിനക്ക് ഉപകരിക്കണമെന്നില്ല, വരും തലമുറക്ക് ഉപകരിച്ചേക്കാം. ഈ രീതിയിലുള്ള നീതിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ നമുക്ക് ആവശ്യമായ ഓരോ വിഭവങ്ങളും, ആരോഗ്യമായാലും സമ്പത്തായാലും അറിവായാലും മറ്റ് ഏത് വിഷയങ്ങളായാലും ഭൂമി തരിശാക്കിയിടാൻ അത് അള്ളാഹുവിന് ഇഷ്ടമില്ല, അത് കറാഹത്താണെന്ന് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ ഒന്നുകിൽ സ്വന്തം കൃഷി ചെയ്യട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി അത് നൽകട്ടെ എന്ന് പഠിപ്പിച്ചത് വിശുദ്ധമായ ഇസ്ലാം. ഈ രീതിയിൽ ലോകത്തിന്റെ സന്തുലിതാവസ്ഥ അത് നിലനിർത്താൻ മനുഷ്യരാണ് ബാധ്യസ്ഥരായിട്ടുള്ളത്. കാരണം ബുദ്ധിയുള്ളത് മനുഷ്യനാണ്. ഇന്ന് എല്ലാം തൻ്റേതാണെന്ന്, അല്ലെ തൻ്റേത് മാത്രമാണെന്ന ആ ഒരു ആക്രാന്തവും ആ ഒരു വല്ലാത്ത ഒരു ആഗ്രഹവും കൊണ്ട് പരിസരങ്ങൾ മറന്ന് സഹജീവികളെ കൊന്നൊടുക്കി ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന മനുഷ്യർക്ക് മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ വെക്കാനുള്ള ഏറ്റവും വലിയ ഉദാത്തമായ ഒരു സന്ദേശമാണ് വിഭവങ്ങൾ കരുതേണ്ടതുണ്ട്. ആവശ്യമായത് നാം എടുക്കുകയും മറ്റുള്ളവർക്ക് പകുത്തു നൽകുകയും ചെയ്യുക. ഇതോടൊപ്പം ഒരു വിശ്വാസി എന്ന നിലക്ക് നാം മനസ്സിലാക്കേണ്ട, നാം കരുതേണ്ട വിഭവമാണ് അദ്ദുനിയ മസറഅത്തുൽ ആഖിറ. ഈ ലോകത്ത് ജീവിക്കാൻ മാത്രമുള്ളതല്ല, പരലോക ജീവിതം നന്നാക്കാൻ വേണ്ടി കൂടിയുള്ളതാണ്. ഈ ലോകത്തെ ജീവിതമാണ് ആഖിറത്തിലേക്കുള്ള വിഭവങ്ങൾ സമാഹരിക്കാനുള്ള വേദി, കൃഷിയിടം. ഉത്തമനായി ജീവിക്കുക, നല്ല വിശ്വാസിയായി ജീവിക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക, ഖുർആൻ ഓതുക, നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, നല്ല പൗരനായി ജീവിക്കുക, ഒരു സ്വാലിഹായി ജീവിക്കുക, അവസാനം ഈമാനോടുകൂടെ മരണപ്പെടുക. ഇതാണ് ദുനിയാവിലും ആഖിറത്തിലേക്കുമുള്ള വിഭവങ്ങൾ ശേഖരിച്ച് നാം മരണപ്പെട്ടാൽ കാത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്വർഗമാണ്. അള്ളാഹു തആല നമ്മളൊക്കെ അവൻ ഇഷ്ടപ്പെട്ട നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. സ്വന്തത്തിന് എന്തെല്ലാം വേണം അതൊക്കെ മറ്റുള്ളവർക്കും കിട്ടണമെന്ന വിശാലമായ മനസ്സ്, സ്വാർത്ഥത വെടിഞ്ഞ് നിസ്വാർത്ഥമായ വിശാലമായ മനസ്സുള്ളവന് മാത്രമേ ഒരു യഥാർത്ഥ മുഅ്മിനാവാൻ സാധിക്കുള്ളൂ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പാഠം എന്നും നമുക്ക് ഗൈഡായിരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫതഹനാ ലക ഫതഹ മുബീന എന്ന മഹത്താവാക്യത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ച് വാക്കു ചുരുക്കുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വേദിയിലുള്ള ശ്രേഷ്ഠരായ അൽഐനിലെ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതൃത്വം, അസോസിയേഷനുകളുടെ സാരഥികൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കൾ, PK പാറക്കടവിൻ്റെ അവകാശികൾ എന്ന ഒരു ചെറുകഥയുണ്ട്. മരണക്കിടക്കയിൽ നിന്ന് അയാൾ പേരക്കുട്ടിയെ വിളിച്ച് തലയിണക്കടിയിൽ നിന്ന് ഭദ്രമായി സൂക്ഷിച്ചു വെച്ച ഭൂമിയെടുത്ത് പേരക്കുട്ടിക്ക് നൽകിക്കൊണ്ട് പറയുന്നുണ്ട്, ഇതാ പുഴയും മഴയും വൃക്ഷവും തണലും വായുവും വെളിച്ചവും കിളികളും പൂമ്പാറ്റകളും, ഇതാ നമ്മുടെ ഭൂമി. ഇത് കളയാതെ സൂക്ഷിച്ചു വെച്ച് നീ നിന്റെ പേരക്കുട്ടിക്ക് കൊടുക്കണം. വിഭവം എന്ന വിപ്ലവം എന്ന രണ്ട് വാക്കുകളെ സൂചിപ്പിച്ചുകൊണ്ട്
ചെറിയ ചർച്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെയും അതിലെ മനുഷ്യന്റെയും നിലനിൽപ്പിനാവശ്യമായ നിർമ്മാണാത്മകമായി ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാത്തിനെയും നമുക്ക് ഒറ്റ വാക്കിൽ വിഭവം എന്ന് പറയാം. വിപ്ലവം എന്നത് മാറ്റമാണ്. വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സാധിപ്പിച്ചെടുക്കാൻ കഴിയുന്ന മാറ്റത്തെയാണ് ഇവിടെ വിപ്ലവം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മാനുഷിക വിഭവം പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം അതിലെ പ്രഥമമായ പരിഗണന എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യന്റെ കൃത്യമായ പുരോഗതിയും വികസനവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എല്ലാ നിർമ്മാണവും, എല്ലാ നിർമ്മാണാത്മകമായ കാര്യങ്ങളും ഇതിനെ നമുക്ക് മാനുഷിക വിഭവം എന്നതിലേക്ക് കൊണ്ടുവെക്കാൻ കഴിയും. മനുഷ്യൻ അത് ഏറ്റവും മഹത്തായ ഒരു വിഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച വിഭാഗമാണ് മനുഷ്യർ. ഉദ്ഘാടന ഭാഷണത്തിൽ നമ്മൾ കേട്ടു, വിശേഷ ബുദ്ധിയുള്ള മറ്റു സൃഷ്ടികളിൽ നിന്ന്, ജീവികളിൽ നിന്ന് വ്യത്യാസം പുലർത്തുന്ന വിഭാഗമാണ് മനുഷ്യർ. മനുഷ്യർ മാനുഷിക വിഭവം എന്ന് പറയുന്നത് ലോകത്ത് നമുക്ക് കാണാവുന്ന എല്ലാ പുരോഗതിയും, നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം, അതിന്റെ പുരോഗതിയിലെല്ലാം ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്ന കാര്യമാണ് മാനുഷിക വിഭവം, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ആ ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നതാണ് ഈ പ്രമേയത്തിലൂടെ പ്രാഥമികമായി ചർച്ചയ്ക്ക് വെക്കുന്നത്. റിസാല സ്റ്റഡി സർക്കിൾ കഴിഞ്ഞ 30 വർഷമായി പ്രവാസത്തിലെ നിറസാന്നിധ്യമാണ്. സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത്, സാംസ്കാരികപരമായ ആഘോഷങ്ങൾക്കിടയിലെല്ലാം നിറസാന്നിധ്യമായി നിൽക്കുന്ന, ചെറുപ്പത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സംഘടന എന്ന നിലക്ക് റിസാല സ്റ്റഡി സർക്കിളിന്റെ 30 വർഷം ആഘോഷിക്കുന്ന ഈ ഒരു കാലത്ത് ചർച്ച ചെയ്യാൻ അനുയോജ്യമായ, വളരെ കാലിക പ്രസക്തമായ പ്രമേയത്തെയാണ് ഇവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. റിസാല സ്റ്റഡി സർക്കിളിന്റെ ഒരു കാലം അഭിസംബോധന ചെയ്യുന്ന ഒരു വിഭാഗം യുവത്വമാണ് എന്ന് സൂചിപ്പിച്ചു വെച്ചു. യുവത്വം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയാൻ പറ്റുന്ന മറ്റൊരു ഒരു ആശയത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലമാണ് യുവത്വം നിറഞ്ഞ കാലം. ബാല്യകാലവും വാർദ്ധക്യകാലവും കഴിഞ്ഞാൽ വളരെ ഒരു ചെറിയ കാലം മാത്രമായിരിക്കും ഒരാളെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് ഒരു സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു കാലം. എന്തെങ്കിലും ഒക്കെ ചെയ്യണം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെടണം, സാമൂഹ്യമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞാൻ ചേർന്ന് നിൽക്കണം, രാഷ്ട്രീയപരമായി എനിക്കുള്ള ആശയങ്ങളെ ഒരു തലമുറക്ക് പകർന്നു കൊടുക്കണം, അറിവെന്റെ കയ്യിലുണ്ട്, ആ അറിവിനെ ഒരു സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കണം. ഇങ്ങനെ ജീവിതത്തിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കാൻ, നിറങ്ങൾ പകർന്നുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലമാണ് യുവത്വം എന്ന് പറയുന്നത്. ആ യുവത്വത്തെ നിർമ്മാണാത്മകമാക്കുക എന്ന ഒരു സന്ദേശമാണ് റിസാല സ്റ്റഡി സർക്കിൾ ഈ ഒരു പ്രമേയത്തിലൂടെ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മനക്കരുത്തുകൊണ്ട് പർവ്വസമാനമായിട്ടുള്ള കാര്യങ്ങളെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന
ഒരു കാലമാണ് ഒരു മനുഷ്യന്റെ യുവത്വകാലം എന്ന് പറയുന്നത്. വിവേകമുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ട് നിറക്കാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും ഒരു യുവാവിന്റെ കാലം, യുവത്വം നിറഞ്ഞ ഒരു കാലം. ഡാവിഞ്ചിയുടെ ഒരു കോട്ടുണ്ട്, യൗവനം നഷ്ടപ്പെടുന്ന നാം ഭൂതകാലമില്ലാത്ത ആളുകളായി മാറും. നമ്മൾ ജീവിച്ചിരുന്നു എന്നതിന്, നമ്മളൊരു സമൂഹത്തിൽ ജീവിച്ചു പോയിട്ടുണ്ട് എന്നതിന് തെളിവ് അവശേഷിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നമ്മുടെ ഒരു കാലഘട്ടം കൊണ്ട്, നമ്മുടെ ഒരു പ്രവർത്തന കാലഘട്ടം കൊണ്ട്, നമ്മുടെ ഒരു ജീവിത കാലഘട്ടം കൊണ്ട് ഒരു സമൂഹത്തിന് ബാധ്യത ഉണ്ടാവാൻ പാടില്ലല്ലോ. ബാധ്യതകളില്ലാതെ എന്നെ കൊണ്ട് ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിന് വല്ലതും കൈമാറാൻ കഴിയണം എന്ന് ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറ, നിലവിലെ തലമുറ, അത് വളർന്നു വരണം എന്ന താല്പര്യമാണ് ഈ പ്രമേയത്തിലൂടെ റിസാല സ്റ്റഡി സർക്കിൾ മുന്നോട്ട് വെക്കുന്നത്. 30 വർഷത്തെ റിസാല സ്റ്റഡി സർക്കിളിന്റെ അതിന്റെ മാതൃസംഘടനയെ കുറിച്ച് ആമുഖത്തിൽ സൂചിപ്പിച്ചല്ലോ, ഉദ്ഘാടനത്തിൽ സൂചിപ്പിച്ചല്ലോ. SSF എന്ന് പറയുന്ന ഏറ്റവും മഹത്വമായ വിദ്യാർത്ഥി സംഘടന, ആ സംഘടനയെ കൃത്യമായി പകർത്തിക്കൊണ്ട് പ്രവാസത്തിലേക്ക് കടന്നു വരുമ്പോ പ്രവാസത്തിലെ എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളെ പഠിച്ചുകൊണ്ട് തന്നെയാണ് റിസാല സ്റ്റഡി സർക്കിൾ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പ്രവാസിയായ ഒരാളിൽ അലസത ഉണ്ടാവുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളതാണ്. തന്റെ തിരക്ക് പിടിച്ച ജോലികൾക്കിടയിൽ തന്റെ മറ്റു സാമൂഹിക ഉത്തരവാദിത്വങ്ങളൊന്നും നിർബന്ധമായി ഞാൻ ചെയ്യേണ്ടതില്ലല്ലോ, ഞാൻ പ്രവർത്തിക്കേണ്ടതില്ലല്ലോ. എന്റെ ഉത്തരവാദിത്വം ജോലി എടുക്കുകയും ആ ജോലിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വരുമാനം, ആ വരുമാനം ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബത്തിന് കൈമാറുക എന്ന ഒരു പ്രവർത്തനവും അല്ലേ എന്റെ ദൗത്യം എന്ന് ചിന്തിക്കുന്ന ഒരു പ്രവാസിയോട് അങ്ങനെയല്ല. പ്രവാസിയായി നിൽക്കുന്ന, പ്രവാസിയായി കടന്നു വരുന്ന ഒരാളുടെ ദൗത്യം ഇത് മാത്രമല്ല എന്ന് പഠിപ്പിക്കുകയാണ് റിസാല സ്റ്റഡി സർക്കിളിന്റെ വ്യത്യസ്തമായ പദ്ധതികൾ. അവിടെ അലസതയുണ്ടാകുമ്പോൾ, വ്യത്യസ്തമായിട്ടുള്ള ആഘോഷങ്ങളെ മാത്രം താല്പര്യപ്പെടുന്ന ഒരു യുവത്വം കടന്നു വരുമ്പോൾ, ഒരു പ്രവാസം കടന്നു വരുമ്പോൾ അങ്ങനെയല്ല. തന്റെ അവധി ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് ആസ്വാദനങ്ങൾക്ക് മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിനിടയിലേക്ക് അങ്ങനെ ഷണ്ഡീകരിച്ചു പോകേണ്ട, ഉറക്കത്തിലേക്ക് പോകേണ്ട, മയക്കത്തിലേക്ക് പോകേണ്ട ഒരു പ്രവാസി അല്ല നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവേണ്ടത് എന്ന ഉത്തരവാദിത്വ ബോധത്തിൽ നിന്നുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രമേയങ്ങൾ റിസാല സ്റ്റഡി സർക്കിൾ പോലെയുള്ള ഒരു സംഘടന ചർച്ച ചെയ്യുന്നതും. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന സാംസ്കാരിക നായകർ ഇവിടെയുണ്ട്. നമ്മുടെ നേതൃ സംഘടനയായിട്ടുള്ള ICF-ന്റെ നേതൃത്വം നമ്മുടെ കൂടെയുണ്ട്. എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ചർച്ച ചെയ്യേണ്ട ഒരു പ്രമേയമാണ്, ഒരു കാലമാണ് റിസാല സ്റ്റഡി സർക്കിളിന്റെ 30 വർഷം പൂർത്തിയാകുന്ന ആഘോഷകരമായ ഈ കാലം എന്നുകൂടി ചേർത്ത് വെക്കുകയാണ്. പുതിയ തലമുറയുടെ പഠനശീലങ്ങൾ, അതുപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻ, ഇവയെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം. കൃത്യമായി തന്റെ ജോലിക്ക് ശേഷം വരുന്ന സമയത്തെ കേവലം ആസ്വാദനങ്ങളും ആഘോഷങ്ങളിലേക്ക് മാത്രം പോകുമ്പോൾ ആ ആസ്വാദനങ്ങൾ, ആഘോഷങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ലഹരിയായിരിക്കും, അശ്ലീലതയായിരിക്കും. ആ ലഹരിയും അശ്ലീലതയും കൊണ്ട് നിറയേണ്ടതല്ല ഒരാളുടെ സന്തോഷമെന്ന്, ഒരാളുടെ ആഘോഷമെന്ന് കൃത്യമായി നിർവചിക്കാൻ കൂടിയാണ് നമ്മൾ ഈ ചർച്ചയെ ഉപയോഗപ്പെടുത്തുന്നത്. മദ്യവും മയക്കുമരുന്നും അശ്ലീലതയും കൊണ്ടല്ല ഒരാളുടെ സന്തോഷത്തെ അടയാളപ്പെടുത്തേണ്ടത്. പുതിയൊരു കുഞ്ഞുങ്ങൾ പിറക്കുമ്പോഴേ തന്റെ വിവാഹത്തിന്റെ വാർഷികം ആഘോഷിക്കുന്നിടത്ത് തനിക്ക് ലഭിക്കുന്ന 1-2 ദിവസം വരുന്ന അവധി ദിനങ്ങളിലെ ആഘോഷങ്ങൾ, തന്റെ കുടുംബത്തിലെ ഒരു സന്തോഷം, തന്റെ കുടുംബത്തിൽ വരുന്ന ഒരു ദുഃഖം, ഇവയെല്ലാം ആഘോഷിക്കേണ്ടത് ഈ രീതിയിലാണ് എന്ന് പറയുമ്പോൾ അല്ല, അവിടെ തിരുത്തു പറയാൻ റിസാല സ്റ്റഡി സർക്കിളിന്
ബാധ്യതയുണ്ട് എന്നിടത്ത് ശ്രേഷ്ഠരായി നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന സാംസ്കാരിക നായകരും സാമൂഹ്യ നായകരും അടങ്ങുന്ന ഒരു വലിയ സംഘത്തിന് അങ്ങനെ വലിയൊരു ഉത്തരവാദിത്തമുണ്ട് എന്ന ബോധ്യത്തിലേക്ക് കൂടിയാണ് ഈ ചർച്ചയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. പ്രവാസത്തിലേക്ക് ജോലിയുടെ കൂടെ തന്നെ പഠനാവശ്യാർത്ഥം കടന്നു വരുന്ന അനേകായിരങ്ങളുണ്ട്. വിദ്യാഭ്യാസ യാത്ര എന്ന് പറയുന്നത് ഈ കാലത്തൊരു ട്രെൻഡാണ്. ആ യാത്രകൾക്ക് സൗകര്യപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാനുണ്ട്. റിസാല സ്റ്റഡി സർക്കിളിന്റെ വിസ്ഡം എന്ന് പറയുന്ന ഒരു ക്ലസ്റ്ററിന് കീഴിലായി കരിയർ മേഖലയിൽ, ഗൈഡൻസ് മേഖലയിൽ കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് റിസാല സ്റ്റഡി സർക്കിൾ പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, വിദ്യ നേടാൻ വേണ്ടി, തൊഴിൽ നേടാൻ വേണ്ടി കുടിയേറ്റം എന്നത് വലിയ തോതിൽ നമുക്ക് കാണാൻ കഴിയും. 2011 കേരളത്തിലെ സെൻസസ് പ്രകാരം 12 ലക്ഷത്തോളം വീടുകൾ പൂട്ടിക്കിടക്കുന്നു. ജോലി തേടി മാതൃരാജ്യത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരുടെ വീടുകൾ കഴിഞ്ഞ 11 വർഷം മുമ്പുള്ള കണക്ക് സൂചിപ്പിക്കുമ്പോൾ 12 ലക്ഷമാണ്. കോവിഡ് കാലത്ത് വുഹാനിയിലെ കണക്കിൽ നിന്ന് നമ്മൾ കേട്ടതായിരുന്നു 5000-ഓളം വരുന്ന മലയാളി വിദ്യാർത്ഥികൾ ആ പ്രദേശത്തുണ്ട് എന്നുള്ളത്. ഉക്രൈൻ റഷ്യ യുദ്ധകാലത്ത് 3000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ പഠനാവശ്യാർത്ഥം മലയാളികൾ ഉക്രൈനിലുണ്ട് നമ്മൾ കണ്ടു. ഇങ്ങനെ പഠനാവശ്യാർത്ഥം കടന്നു പോകുന്ന ആ വിദ്യാർത്ഥികളിൽ നമുക്ക് ചുമതലയില്ലേ? തങ്ങളുടെ മാതൃരാജ്യത്ത് നിന്ന്, തങ്ങൾ ജനിച്ചു വളർന്ന രാജ്യത്തിൽ നിന്ന് വിദ്യ തേടി, അറിവ് തേടി, തൊഴിൽ നേടാൻ വേണ്ടി കടൽ കടന്നുപോയവർ, അത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, മറ്റിതര രാജ്യങ്ങളിലേക്ക് കടന്നുപോയവർ, അവരുടെ പേർ ഉത്തരവാദിത്വം ഈ നിൽക്കുന്ന ശ്രേഷ്ഠരായ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്കും റിസാല സ്റ്റഡി സർക്കിളിനും നമ്മുടെ നേതൃത്വത്തിനും ഉണ്ട് എന്നത് ബോധ്യപ്പെടുത്തുക നമ്മുടെ ചർച്ചയുടെ ഭാഗമായി നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ കുടിയേറിപ്പോകുന്ന മലയാളികൾ, ഇന്ത്യക്കാർ, അവരിലേക്ക് ധാർമ്മികമായ സന്ദേശത്തെ നമുക്ക് പകർന്നു കൊടുക്കണം. അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക്, അവർ തൊഴിലിടങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. റിസാല സ്റ്റഡി സർക്കിൾ UAE നിന്നാണ് അതിന്റെ തുടക്കം എന്ന് സൂചിപ്പിച്ചുവല്ലോ. 30 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഇന്ന് 17 രാജ്യങ്ങളിൽ, അമേരിക്ക അടക്കമുള്ള, ഓസ്ട്രേലിയ അടക്കമുള്ള വ്യത്യസ്തമായ 17 രാജ്യങ്ങളിലേക്ക് റിസാല സ്റ്റഡി സർക്കിൾ അതിന്റെ ആഗോള തലത്തിലുള്ള വ്യാപനം ഉണ്ടായത് ഇതിന്റെ ഭാഗമായിട്ടാണ്. ആ വിദ്യാർത്ഥികൾക്ക്, അവിടത്തേക്ക് ജോലി ആവശ്യാർത്ഥം പോയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക, അവരെ കൂടെ ചേർത്ത് നിർത്തുക, അവരുടെ പഠനങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകുക, അവർ കടന്നുപോയ അവരുടെ മാതൃരാജ്യത്തെ കുറിച്ചുള്ള എല്ലാ നിലക്കുമുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്ന് അവർക്ക് പകർന്നുകൊണ്ടേയിരിക്കുക. റിസാല സ്റ്റഡി സർക്കിൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. SSFന്റെ പ്രവർത്തനങ്ങൾ, SSFിൽ നിന്ന് പകർത്തിയ പ്രവർത്തനങ്ങളാണത്. റിസാല സ്റ്റഡി സർക്കിളിന്റെ സഹായത്തോടുകൂടി റിസാല സ്റ്റഡി സർക്കിളിൽ നിന്നും ആശയമായി വന്ന സ്കോളർഷിപ്പ് എന്ന പദ്ധതി, വിസ്ഡം സ്കോളർഷിപ്പ്, പഠിക്കാൻ താല്പര്യമുള്ള എത്രയോ വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് മെറിറ്റിൽ സീറ്റ് ലഭിച്ചിട്ട് പോലും അവരുടെ പുസ്തകങ്ങൾക്ക്, അവരുടെ ചെറിയ ചെറിയ ചെലവുകൾക്ക് പോലുമുള്ള പണം കണ്ടെത്താൻ കഴിയാത്ത വിദ്യാർത്ഥികൾ, കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട്. അവരുടെ ആ ഒരു ചെറിയ ചെലവുകൾ നികത്താൻ കഴിയാത്തതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് ഒരു ഡോക്ടർ രൂപപ്പെടുന്നതിന് തടസ്സം ഉണ്ടായിക്കൂടാ. മെഡിക്കൽ രംഗത്ത് ഉയർന്നു വരേണ്ട ഒരു വിദ്യാർത്ഥി, ഒരു കഴിവുറ്റ ഒരു വിദ്യാർത്ഥി, ഒരു പ്രൊഫഷണലിസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് തടസ്സമായി വന്നാൽ അത് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അപകടകരമായ കാര്യമാണ് എന്ന് റിസാല സ്റ്റഡി സർക്കിൾ തിരിച്ചറിയുന്നു. SSFന്റെയും സഹായത്തോടുകൂടി 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഇന്ന് ഇന്ത്യയിലെ വ്യത്യസ്തമായ ക്യാമ്പസുകളിൽ, പുറമെ ലോകത്തിന്റെ
വിവിധ ഭാഗങ്ങളിലുള്ള ക്യാമ്പസുകളിൽ വിസ്ഡം സ്കോളർഷിപ്പ് എന്ന ഒരു പദ്ധതിയിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മാതൃകാപരമായ പ്രവർത്തനമാണ്. നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകേണ്ട കാര്യമാണ്. ഈ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത്, നമുക്ക് മുന്നിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ദീർഘവീക്ഷണത്തോടുകൂടി ദിഷണാബോധത്തോടുകൂടി നേതൃത്വം നൽകുന്ന ആദരണീയരായ നമ്മുടെ നേതൃത്വം ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, എ പി ഉസ്താദിന്റെ മാതൃക അവിടെ നിന്നാണ്. വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന പ്രസക്തി എന്ന് പറയുന്നത് അത്രമേൽ ഉയർന്നു നിൽക്കുന്ന മാതൃകയായിട്ടാണ് ആദരണീയരായ എ പി ഉസ്താദ് നമ്മുടെ മുന്നേ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന്റെ ഓരോ ഗ്രാമങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നു. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ പകർന്നു കൊടുക്കുന്ന അറിവ് ഭൗതികമായ ചിന്തകളിലേക്ക് മാത്രം പോകുന്ന അറിവ് മാത്രം അല്ല. അവരുടെ കുടുംബങ്ങളിൽ അവരെങ്ങനെയാണ് പെരുമാറേണ്ടത്, തന്റെ രക്ഷിതാക്കളോട് എങ്ങനെയാണ് ഇടപഴകേണ്ടത്, തന്റെ അയൽവാസിയെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് തുടങ്ങിയ ഒരു മനുഷ്യരിൽ ഉണ്ടാവേണ്ട ധാർമ്മിക മൂല്യങ്ങൾ കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന അനേകായിരം സ്ഥാപനങ്ങളാണ് കേരളത്തിന്റെ മണ്ണിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ്. മർക്കസ് പോലെ, സഅദിയ പോലെ, മഅദിൻ പോലെയുള്ള എത്ര സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത് നമുക്ക് മാതൃകയായി മുന്നിൽ നിൽക്കുന്നത് വിശ്രമമില്ലാത്ത ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ മുന്നേയുള്ള നടത്തമാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലക്ക് കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ രാജ്യങ്ങളിലേക്ക് വിദ്യ തേടി പോകുന്ന ആളുകൾക്കുള്ള എല്ലാ നിലത്തുമുള്ള സപ്പോർട്ടും അതിനുവേണ്ടിയുള്ള ഒരുക്കവും എന്നുകൂടി ഈ സമയത്ത് ഈ പ്രമേയത്തിന്റെ ഭാഗമായി ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഏറ്റവും വലിയ വിഭവമാണ്. മനുഷ്യനെ പോലെ അറിവ് എന്നുള്ളത് ഏറ്റവും വലിയ വിഭവമാണ്. അതിനെ നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയണം. സാംസ്കാരിക രംഗത്ത് പ്രവാസിയായി ജീവിതം തുടങ്ങുന്ന ഒരാളുടെ ജീവിതത്തെ എങ്ങനെ സർഗാത്മകമാക്കാൻ കഴിയും? അയാളുടെ വേഷത്തിൽ മാന്യത പുലർത്തണം. അയാൾ സംസാരിക്കുന്ന ഭാഷയിൽ മാന്യനാവണം. ഇതിനെല്ലാം ഒരു മനുഷ്യന്റെ സംസ്കാരത്തെ കൃത്യമായി രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഈ പ്രമേയത്തിന്റെ ചർച്ച അങ്ങോട്ട് കൂടിയാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത്. സിനിമയും കളിയുമെല്ലാം തെറ്റായ രീതിയിൽ മനുഷ്യനെ സ്വാധീനിക്കുമ്പോൾ ആസ്വാദനവും ആഘോഷവും കടന്നു വരേണ്ടത് വായനയിലൂടെയും എഴുത്തിലൂടെയുമാണ് എന്ന് ഈ പ്രമേയത്തിലൂടെ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അവധി ദിവസങ്ങൾ, ആ ആഘോഷങ്ങൾ, പുതിയ പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ, പുതിയ പുതിയ അറിവുകൾ തേടാൻ, പുതിയ പുതിയ എഴുത്തുകാരെ രൂപപ്പെടുത്താനുള്ള മേഖലയിലേക്ക് പോകണം. റിസാല സ്റ്റഡി സർക്കിൾ കഴിഞ്ഞ 13 വർഷമായി സാഹിത്യോത്സവം എന്ന പേരിൽ സാംസ്കാരിക രംഗത്ത് മാതൃക സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ 13ാമത് എഡിഷനാണ് തൊട്ട് മുന്നേ അവസാനിച്ചത്. ഒരു സാഹിത്യോത്സവം എന്ന് പറയുന്നത് മാതൃകാപരമായി സൃഷ്ടിച്ചുകൊണ്ട് കലാരംഗത്ത്, സാഹിത്യ രംഗത്ത് എങ്ങനെയായിരിക്കണം ഒരു പ്രവാസിക്ക് ഇടമുണ്ടാവേണ്ടത് എന്നത് ബോധ്യപ്പെടുത്തുകയാണ് സാഹിത്യോത്സവങ്ങൾ. എത്ര നല്ല പ്രഭാഷകർ കടന്നു വരുന്നു, എത്ര നല്ല എഴുത്തുകാർ കടന്നു വരുന്നു, എത്ര നല്ല പാട്ടുകാർ കടന്നു വരുന്നു, എത്ര നല്ല ചിത്രകാരന്മാർ കടന്നു വരുന്നു. സാഹിത്യോത്സവിലൂടെ കടന്നു വരുന്ന ഒരു പ്രഭാഷകനും അവർ ഉൾക്കൊള്ളുന്ന രാജ്യത്തിന് വിരോധികളായി വരുന്ന പ്രഭാഷകരാവില്ല. സാഹിത്യോത്സവിലൂടെ പിറവിയെടുക്കുന്ന ഒരു കവിതയും സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത കവിതകളാവില്ല. സമൂഹത്തെ ചേർത്ത് നിൽക്കുന്ന, തന്റെ അയൽവാസിയെ ചേർത്ത് നിർത്തുന്ന, തന്റെ സുഹൃത്തിനെ ചേർത്ത് നിർത്തുന്ന കവിതകൾക്കായിരിക്കും സാഹിത്യോത്സവിലൂടെ രൂപം പ്രാപിക്കാൻ സാധിക്കുന്നത്. ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ ഒരാളുടെയും കണ്ണീര് വീഴ്ത്തുന്ന ചിത്രങ്ങൾ സാഹിത്യോത്സവിലൂടെ പിറവി കൊള്ളില്ല. ഒരു പാട്ടുകളും ഒരാളെയും സങ്കടപ്പെടുത്തില്ല, മാനസികമായി പ്രയാസപ്പെടുത്തില്ല. സാഹിത്യോത്സവങ്ങളുടെ മാതൃക എവിടെയാണ്? സാഹിത്യരംഗത്ത്, കലാരംഗത്ത് ചെയ്തു തീർക്കാനുള്ള ദൗത്യത്തെയാണ് കഴിഞ്ഞ 13 വർഷമായി വിജയകരമായി സാഹിത്യോത്സവം എന്ന ഒരു സാംസ്കാരിക ഇടമായി സമൂഹത്തിനോട് പകർന്നു കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല പ്രഭാഷകരെ, നല്ല എഴുത്തുകാരെ, നല്ല പാട്ടുകാരെ സൃഷ്ടിച്ചെടുക്കാൻ ഈ കാലത്ത് കഴിഞ്ഞു.
സാംസ്കാരിക മേഖലയിലെ ഇടപെടൽ എന്ന് പറയുന്നത്, സാംസ്കാരിക മേഖലയിലെ നമ്മുടെ ആവിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വിഭവമാണ്. അത് നമ്മുടെ സമൂഹത്തെ ധാർമ്മികമായി ഉപയോഗപ്പെടുത്താൻ, പ്രവാസത്തെ സർഗാത്മകമായി രൂപപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയണം. സമ്പത്ത് അന്നം തേടിയുള്ള യാത്രയാണ് ഓരോ പ്രവാസിയുടെയും. തന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ, തന്റെ കുടുംബത്തിലെ സാഹചര്യങ്ങൾ, അതാണ് നമ്മെ ഓരോ ആളെയും പ്രവാസത്തിലേക്ക് കൊണ്ടുവന്നത്. പ്രവാസിക്കിടയിൽ ഏറ്റവും പ്രധാനമായി വിഭവം കരുതേണ്ടത്, വിഭവമായി കാണേണ്ടത് സമ്പത്ത് തന്നെയാണ്. ചൂഷണം നിറഞ്ഞ, ചൂഷകരെ കൊണ്ട് നിറഞ്ഞ ഒരു മേഖലയാണ് നമ്മുടെ സാമ്പത്തിക മേഖല. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിലും, നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഓരോ ഉൽപ്പന്നത്തിലും ശ്രദ്ധയോടുകൂടിയല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇവിടെ നമ്മുടെ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്, നമ്മുടെ വരവ് 8 അണയും ചെലവ് 10 അണയുമാണ് എന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ അവിടെ നമുക്ക് തിരുത്തു പറഞ്ഞു കൊടുക്കാൻ, അവിടെ അങ്ങനെയല്ല, നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു പ്ലാൻ രൂപപ്പെടുത്തണം എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നത് ഈ ഒരു ചർച്ചാ സംഗമത്തിലോടുകൂടി, പ്രമേയത്തോടുകൂടി നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കും. അവിടെ എത്ര നമ്മൾ ആസൂത്രണങ്ങൾ സാമ്പത്തികമായി കൊണ്ടുവന്നാലും വ്യാപകമായ തട്ടിപ്പുകൾ ഓൺലൈൻ ബിസിനസ്സിലൂടെ, മറ്റു വ്യത്യസ്തമായ ബിസിനസ്സിലൂടെ കടന്നു വരുമ്പോഴേ എനിക്ക് അനുവദനീയമല്ലാത്ത ഒന്ന്, ഞാൻ കൊടുക്കുന്ന പണത്തിന് തുല്യമായി ലഭിക്കേണ്ട ഒരു സാധനമല്ലാത്ത മറ്റൊന്ന് അതെനിക്ക് ഉപയോഗിക്കാൻ പാടില്ല. എന്റെ സമ്പത്ത് എന്നിൽ അധികം ഉണ്ടാകുമ്പോഴ്, എന്റെ സമ്പത്തിന്റെ ഒരു പരിധി വരുമ്പോൾ അതിന്റെ ഒരു അവകാശം അപ്പുറത്തുണ്ട്. അതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന സക്കാത്ത്. ആ സക്കാത്ത് കൈമാറുക, ദരിദ്രർക്ക് അത് കൈമാറുക എന്നുള്ളത് സാമ്പത്തികമായി ഒരു മനുഷ്യന് സൂക്ഷിച്ചു വെക്കേണ്ട, കരുതി വെക്കേണ്ട ഒരു കരുതിവെപ്പാണ്. തന്റെ സമ്പത്തിന് അവകാശം ഞാൻ മാത്രമല്ല, ഞാൻ ഉപയോഗിക്കുന്ന എന്റെ വീട്ടുമുറ്റത്തുള്ള കിണറിൽ നിറഞ്ഞു വെള്ളമുണ്ട്, ആ വെള്ളം ഉപയോഗിക്കുക എന്ന് എനിക്ക് മാത്രമുള്ള അവകാശമല്ല, എന്റെ അയൽവാസികൾ കൂടി അത് ഉപയോഗിക്കാനുള്ളതാണ്. ഇത്ര വലിയ വിശാലമായ കാഴ്ചപ്പാടാണ് പരിശുദ്ധ ഇസ്ലാം പകർന്നു കൊടുക്കുന്നത്. ഇവിടെ സാമ്പത്തികമായി നമുക്ക് കരുതലുണ്ടാവണം. ഇത് പറഞ്ഞു കൊടുക്കുക, ഇത് പ്രാവർത്തികമാക്കി ശീലിപ്പിച്ചു കൊടുക്കുക എന്നിടത്തേക്ക് നമുക്ക് ഈ പ്രമേയത്തിന്റെ ചർച്ചയെ കൊണ്ടുപോവുകയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും ഈ ഒരു ഭാഗത്ത് എത്തിക്കാനും സാധിക്കണം. ആരോഗ്യമുള്ള ഒരു സമൂഹം ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണ്. ശാരീരികമായ ആരോഗ്യവും മാനസികമായ ആരോഗ്യവും അത് പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ അമിതമായ പ്രഷറും അമിതമായി ജോലിയിൽ വരുന്ന പ്രയാസങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോൾ എന്റെ കുറച്ച് സമയം എന്റെ റൂമിലുള്ള സഹമുറിയന് വേണ്ടി ഞാൻ ചിലവാക്കട്ടെ, എന്റെ സഹമുറിയനെ കേട്ടിരിക്കാൻ ഞാൻ കുറച്ച് സമയം എന്റെ ഒരു ദിവസത്തിൽ നിന്ന് കാണട്ടെ എന്ന് ഓരോ പ്രവാസിയും ചിന്തിച്ചാൽ അവിടെ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾക്ക് വലിയ ഒരു ശതമാനം കുറവ് കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് കരുതേണ്ടത് അവിടെയാണ്. ചിന്തിക്കുന്ന ഒരു സമൂഹം വളർന്നു വരിക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. പുതിയ കാലത്ത് എൻ്റെ ഒരു കാര്യത്തിലപ്പുറം മറ്റുള്ള ഒരാളുടെ കാര്യത്തിലേക്ക് എന്തിന് ഞാൻ ശ്രദ്ധ വെക്കണമെന്ന് ആലോചിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുമ്പോൾ ഞാൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തെക്കുറിച്ച്, ഞാൻ ഇടപെടുന്ന വ്യക്തികളെ കുറിച്ച് എനിക്ക് കൃത്യമായ ചിന്തയുണ്ടാവണം. അത് പോസിറ്റീവായ ചിന്തയാവണം. ആ ചിന്തയിൽ ലിബറലായി മാറിയാൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന അപകടം വളരെ വലിയ അപകടമാണ് ഉണ്ടാവുക. ആ ലിബറൽ ചിന്തകൾ ഉണ്ടാക്കുന്നത് നമ്മുടെ സാമൂഹ്യ സ്ഥാപനങ്ങളായ കുടുംബവും സാമൂഹ്യ സ്ഥാപനമായ മതവും ഒക്കെ ഒരു മനുഷ്യനെ എവിടത്തേക്ക് എത്തിക്കും. അവിടെയാണ് സ്ത്രീയും വിവാഹം കഴിക്കുന്ന ആശയത്തിലേക്ക് പോകുമ്പോൾ
ഒരു സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ സ്ഥാപനമായ കുടുംബത്തെ എത്ര പ്രയാസത്തോടു കൂടിയാണ് ആ വിഷയത്തെ നേരിടുക. ആ ലിബറൽ ചിന്തകൾ അത് സമൂഹത്തിന് അപകടമാണ് എന്ന് തുറന്നു പറയാൻ സാധിക്കുക എന്നത് തന്നെയാണ് ഈ പ്രമേയത്തിന്റെ മറ്റൊരു വശം. ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണ് നന്നായി ചിന്തിക്കുന്ന, നന്നായി ആലോചിക്കുന്ന, എന്നെ പോലെ എന്റെ അപരനു കൂടി അവകാശമുള്ളതാണ് ഈ ഭൂമി, ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എന്ന നിലയ്ക്ക് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം വളർന്നു വരണം. ഇങ്ങനെ നമുക്ക് ലഭ്യമാകുന്ന, പ്രകൃതിയിലൂടെ ലഭ്യമാകുന്ന നമ്മുടെ റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സമയം, നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം, ഇവിടെയെല്ലാം ഈ പ്രമേയത്തിലൂടെ നമ്മുടെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്ന വിഭവമാണ്. വിശദമായ ചർച്ചകൾ വരും. റിസാല സ്റ്റഡി സർക്കിൾ ഈ ഒരു പ്രമേയത്തിലൂടെ സമൂഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവാസത്തിലെ മുഴുവൻ സാംസ്കാരിക സംഘങ്ങളെയും അസോസിയേഷനുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രമേയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, പ്രമേയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വരും കാലത്തേക്ക് നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് അനേകായിരം പ്രവാസികൾക്കിടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നിൽക്കാനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. 30 വർഷത്തെ റിസാല സ്റ്റഡി സർക്കിളിന്റെ പ്രവർത്തനങ്ങളിൽ ചേർന്ന് നിന്ന, ഒന്നിച്ചു നിന്ന നേതൃത്വമാണ് നമ്മുടെ കൂടെയുള്ളത്. സാംസ്കാരിക രംഗത്തുള്ളവരും സാമൂഹിക രംഗത്തുള്ളവരും ഒക്കെ നമ്മുടെ വ്യത്യസ്തമായ പരിപാടികളിൽ നമ്മോട് കൂടെ നിൽക്കുകയും ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്തവരാണ്. നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരേ മനസ്സുമായി, ഒരേ ചിന്തയുമായി മുന്നോട്ട് പോകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യുകയാണ് ഈ പ്രമേയ ചർച്ചയിലൂടെ എന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വാക്കുകൾ ചുരുക്കുന്നു. ഏറ്റവും പ്രധാനമായി റിസാല സ്റ്റഡി സർക്കിളിന്റെ 30 വർഷത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ രൂപപ്പെടുത്തുന്ന ആശയങ്ങൾ, ആ ആശയങ്ങളിലുള്ള എല്ലാ നിലക്കുമുള്ള സപ്പോർട്ടുകൾ, എല്ലാ നിലക്കുമുള്ള ആശയങ്ങൾ നൽകിക്കൊണ്ട് കൂടെ നിൽക്കാൻ ഇനിയും പ്രിയപ്പെട്ട നേതൃത്വത്തോട്, സാംസ്കാരിക നായകരോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കവിതയിൽ, പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുണ്ട് ഇവിടെ. പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുണ്ട് ഇവിടെ. പ്രതീക്ഷകളുള്ള കാലമാണ്, പ്രതീക്ഷകൾ കൈവിടേണ്ടതില്ല. വരും കാലത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രതീക്ഷകൾ നൽകി, ആശയങ്ങൾ പകർന്നുകൊണ്ട് മനുഷ്യരെ ഒരേ രീതിയിൽ ഒന്നൊന്നായി ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. വിഭവം കരുതണം, വിപ്ലവമാകണം. അത് വളരെ വിശാലമായിട്ട് തന്നെയാണ് അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും അതുപോലെ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടും ആ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് വിഷയത്തിൻ്റെ പ്രശസ്തിയും അതിൻ്റെ ആവശ്യകതയും അത് എങ്ങനെ ആകണമെന്നും ഒക്കെ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ സംസാരിക്കുന്നതിന് പുറമെ ഇത് ചർച്ചയ്ക്ക് വിധേയമാകപ്പെടണം. കാരണം ഒരു മഹത്തായ സംഘടന, അതിന് നേതൃത്വം കൊടുക്കുന്ന AP ഉസ്താദിൻ്റെ വീക്ഷണവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും അനുസരിച്ച് പ്രവർത്തിക്കുന്ന RSCയെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാരണം അതുമായിട്ട് പല ഘട്ടങ്ങളിലും ബന്ധപ്പെടുവാനും പ്രവർത്തനങ്ങൾ കാണുവാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലും AP ഉസ്താദ് അദ്ദേഹം അലൈനിൽ സന്ദർശിക്കുന്ന ഒരു സമയത്ത് പഴയ ISCയിൽ സരൂജിൽ അദ്ദേഹവുമായിട്ടൊരു വേദി പങ്കിടുവാനും ഒരു കഴിഞ്ഞിട്ടുള്ള അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതിയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗം നമ്മൾ കേട്ട് കഴിയുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ എന്താ പറയുക, ഒരു മനുഷ്യൻ എങ്ങനെ ആകണം, അല്ലെങ്കിൽ മനുഷ്യന്റെ ആ ഒരു ഇത് അദ്ദേഹത്തിന് അത്ര വീക്ഷണമുള്ള, ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ്.
അദ്ദേഹമായിട്ടൊക്കെ ആ ഒരു ഇത് ഇന്നും എൻ്റെ ഓർമ്മകളിൽ ഞാൻ എല്ലാ RSCയുടെ സ്റ്റേജുകളിലും അത് പറയാറുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് നമ്മുടെ ISC വെച്ചിട്ടാണ് നമ്മുടെ ഇവിടുത്തെ അലൈൻ്റെ RSCയുടെ ഈ സാഹിത്യോത്സവം നടത്തിയത്. 13ാമത്. അതിന് എല്ലാവിധമായ സപ്പോർട്ടും ISCയുടെ സൈഡിൽ നിന്ന് നമ്മൾ നൽകിയിട്ടുണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ വിഷയം ഒരു വളരെ കാലിക പ്രശസ്തിയുള്ളൊരു വിഷയമാണ്. കാരണം വിഭവം സമാഹരിക്കണം, വിപ്ലവം നടത്തണമെന്ന് പറയുമ്പോൾ അത് വിപ്ലവം എന്ന് പറയുന്നത് അദ്ദേഹം ഇവിടെ പ്രമേയത്തിൽ പറഞ്ഞിട്ടുള്ളത് മാറ്റമാണ്. അപ്പോൾ മാറ്റം നമ്മൾ കൊണ്ടുവരണം. ആരാ കൊണ്ടുവരിക? നമ്മൾ തന്നെ കൊണ്ടുവരണം. നമ്മളാണ് സമൂഹത്തിന് മാതൃകയാകേണ്ട ആൾക്കാർ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്വയം അപ്പുറത്തും ഇപ്പുറത്തും ഒരു കാമ്പൗണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന ആൾക്കാർ പോലും പരസ്പരം അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിന്ന് പോകുന്നത്. ഇന്ന് ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൻ്റെ വിഭവം എന്ന് പറയുന്ന മനുഷ്യൻ, നമുക്ക് വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തിലൂടെ നേടുന്ന നമ്മുടെ വിഭവം നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക? നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ടോ? അപ്പം നമ്മളതിനെ കുറിച്ച് നമ്മുടെ കുട്ടികളായാൽ പോലും നമ്മൾ പഠിപ്പിച്ച് വളരെ ഉന്നത വിദ്യാഭ്യാസം നൽകി വളരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നമ്മുടെ നാട്ടിലെ വിഭവം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ കുട്ടികൾ നാളെ നമ്മുടെ നാട്ടിന് വേണ്ടി സർവ് ചെയ്യാതെ മറ്റ് അമേരിക്കൻ നാടുകളിലും അല്ലെങ്കിൽ യൂറോപ്യൻ നാടുകളിലും ഒക്കെ പോകുന്നുണ്ട്. അപ്പം അതിനെല്ലാം നമ്മൾ എന്താ പറയുക, ചിന്തിക്കണം. ചിന്തയിലൂടെ മാത്രം. അത് ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ വായിച്ചു, വിദ്യാഭ്യാസം, സമ്പത്ത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഈ പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാട്ടി. ഇതെല്ലാം ചർച്ചാ വിഷയമാകേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അറിവ് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഈ പറഞ്ഞതുപോലെ ഭൂമിയും ആകാശവും കടലും ഒക്കെ നമ്മുടെ ചുറ്റുമുള്ളതാണ്. പക്ഷെ അതെല്ലാം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു? നമ്മുടെ ആവശ്യകത കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് അത് ഉപയോഗപ്പെടുന്നുണ്ടോ? അതൊക്കെ നമ്മളെന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരാൾ കഷ്ടപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പോലും ഈ പറയുന്ന നമ്മൾ ഈ ഓരോരും പ്രസംഗിക്കുന്ന നമ്മൾ പോലും ചിലപ്പോൾ ഒരു ചായ കുടിക്കാനുള്ള കാശ് പോലും കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടാകാം. അപ്പോൾ അതുണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ നാട് അല്ലെങ്കിൽ നമ്മുടെ അറിവ് അല്ലെങ്കിൽ നമ്മുടെ രീതികളൊക്കെ മാറ്റപ്പെടണം. അങ്ങനെ വരുമ്പോഴേ ഇതിനൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. ആ മാറ്റം ഉണ്ടായി വരുന്നാൽ മാത്രമേ നമ്മുടെ ഈ വിഭവം പല രീതിയിലുള്ള ഈ പറഞ്ഞ സമ്പത്ത് ആയാലും ശരി, വിദ്യാഭ്യാസമായാലും അറിവായാലും ശരി, നമുക്ക് ഒരു സന്തുലിതാവസ്ഥ, ഒരു സാമൂഹിക പ്രതിബദ്ധത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള നമ്മൾ അതിനെന്താ ഈ പറഞ്ഞതുപോലെ AP ഉസ്താദ് ദീർഘവീക്ഷണത്തോടുകൂടി കാണുന്നൊരു കാര്യമാണ് വിദ്യാഭ്യാസം. സമൂഹത്തിന് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് അറിവ് നേടാൻ പറ്റും. ആ അറിവിലൂടെ നാം ചിന്തിക്കപ്പെടും. ചിന്തയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പം നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് വ്യക്തമായിട്ട് അറിയുവാനും അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കുവാനും നാം സ്വയം ആദ്യം മാറേണ്ടതുണ്ട്. ആ മാറ്റമാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രമേയത്തിലൂടെ ചിലപ്പോൾ കൂടുതൽ. കാരണം നമ്മൾ ഓരോരുത്തരും മാറണം. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചിലപ്പോൾ നമുക്കതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നേട്ടം ഉണ്ടായിട്ടില്ല എങ്കിലും നമ്മുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും ആ മാറ്റങ്ങൾ വന്നുകൊണ്ട് അവർക്ക് ഒരു നേട്ടം ഉണ്ടാകും. അപ്പോൾ അവരും ആ തരത്തിലേക്ക് ചിന്തിക്കുവാനുള്ള ഒരു കാര്യങ്ങളിലൂടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നാളത്തെ തലമുറയും അതേ രീതിയിൽ, ഇന്നത്തെ തലമുറ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. നാളെയും നമ്മൾ എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ അടുത്ത തലമുറയും എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മളിലൂടെ പകർന്നു കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ കാര്യങ്ങളിൽ കൂടുതൽ ഇതുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്തരം ഒരു നല്ലൊരു വിഷയം തിരഞ്ഞെടുത്ത RSCക്കും അതിൻ്റെ ഭാരവാഹികൾക്കും അതിന് നേതൃത്വം നൽകുന്ന ഉസ്താദിനും അതേപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഇതിപ്പോൾ ഒരു ആണല്ലേ, അതിപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ ചർച്ചകൾ തുറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ ഈ നമ്മുടെ സമൂഹത്തിന് ഗുണകരമായി മാറട്ടെ എന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാര്യങ്ങളാണ് ഭക്ഷണം, വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അറിവ്, അതുപോലെ തന്നെ വസ്ത്രം, സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി, വളരെ വിശദമായി ഇവിടെ പ്രതിപാദിച്ചു. അൽഹംദുലില്ലാഹ്, വിദ്യാഭ്യാസ രംഗത്തും അല്ലെങ്കിൽ
ഭക്ഷണം സാധുക്കൾക്ക് നൽകുന്ന രംഗത്തൊക്കെ AP ഉസ്താദിൻ്റെ ആ കർമ്മ പാഠവം അതിന് ഇന്ന് ലോകമെമ്പാടും അത് അനുഭവിക്കുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് വിപ്ലവങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് സൃഷ്ടിക്കുകയുണ്ടായി. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ നമ്മൾ കേരളം വിട്ടാൽ തന്നെ നമുക്കറിയാം എത്രത്തോളം മനുഷ്യർ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അവിടെയൊക്കെ AP ഉസ്താദിന്റെ ആ പ്രവർത്തന മേഖല എത്തിപ്പെടുമ്പോഴുള്ള അത് കാണുമ്പോഴൊരു സന്തോഷം മനുഷ്യരാശിക്ക് അത് വളരെ മുതൽക്കൂട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ നമ്മൾ വളരെയധികം ആദരിക്കുന്ന ആ ഉസ്താദിനെ നമുക്ക് ഇനിയും ദീർഘകാലം കാണാനും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് ശ്രവിക്കാനും ഉള്ള ആരോഗ്യം ആഫിയത്തോടെ സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും റിസാല സ്റ്റഡി സർക്കിൾ മുന്നോട്ട് വെച്ച ഈ ഒരു പ്രമേയം, ഇതുപോലുള്ള കാലിക പ്രസക്തമായ പ്രമേയങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുവരണം, അത് ജനങ്ങൾക്ക് പകരണം. എസ്പെഷ്യലി ഇപ്പോൾ നമുക്കറിയാം ന്യൂ ജനറേഷൻ, നമ്മുടെ മക്കളുടെയൊക്കെ അവസ്ഥ, നമ്മൾ ഏറ്റവും അവർക്ക് നൽകാൻ ഉള്ള ഒരു 1-2 കാര്യങ്ങളാണ് നല്ല സംസ്കാരം, കരുതി വെക്കേണ്ടതാണ് നല്ല വിദ്യാഭ്യാസം, അറിവ്. അതവർക്ക് എങ്ങനെ പകർന്നു നൽകണം, അതെങ്ങനെ സമൂഹത്തിന് അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് വലിയ ഒരു വിപ്ലവം തന്നെയാണ്, ഒരു മാറ്റം തന്നെയാണ് ഇവിടെ പറഞ്ഞതുപോലെ. അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ മക്കളെ അത് പറഞ്ഞ് മനസ്സിലാക്കി സമൂഹത്തിന് അല്ലെങ്കിൽ അവരുടെ ഭാവിക്ക് വേണ്ടി സമൂഹത്തിനും അത് ഉപകാരപ്പെടുന്ന രീതിയിൽ ആക്കി തീർക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പ്രവാസികളായ നമ്മുടെ ഭൂരിഭാഗം നമ്മുടെ ജീവിതം നമ്മൾ ഇവിടെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കുടുംബങ്ങൾ 70% ആൾക്കാർക്കും നമ്മളുടെ കുടുംബങ്ങളെല്ലാം നാട്ടിലാണ്. അപ്പൊ അവർക്ക് നൽകേണ്ട ഉപദേശങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും അല്ലെങ്കിൽ സമ്പത്ത്, നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്ത് അതെങ്ങനെ നമ്മൾ കരുതണം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ മക്കൾക്ക് അതെങ്ങനെ കരുതി വെക്കണം, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതെല്ലാം ഇതുപോലുള്ള സെമിനാറുകളിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യണം, എല്ലാവർക്കും പകർന്നു തരണം. ആ അറിവ് മനസ്സിലാക്കാനും അതനുസരിച്ച് നമുക്ക് ജീവിതത്തിൽ പകർത്താനും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു പ്രമേയം ഇവിടെ അവതരിപ്പിക്കാനും അതിൽ ഇൻഗാസിന്റെ പ്രതിനിധിയായിട്ട് എന്നെ ക്ഷണിക്കാനും നിങ്ങൾ കാണിച്ച സന്മനസ്സിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. 30 വർഷം പൂർത്തിയാക്കുന്ന റിസാല സ്റ്റഡി സർക്കിൾ അതിൻ്റെ അലൈനിലെ പ്രവർത്തനത്തിൽ തുടക്കക്കാരിൽ ഒരു എളിയ പ്രവർത്തകനായി ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് 27 വർഷമായി RSCയുടെ പ്രവർത്തനത്തിൽ മുഖ്യ കൂടെയുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് 30 വർഷം പൂർത്തിയാക്കുന്ന ഈ മഹത്തായ സമയത്ത് പ്രവാസത്തിൽ തന്നെ അതിനോടൊപ്പം പങ്കെടുക്കാനും പ്രവർത്തനത്തിൽ ഉണ്ടാകാനും നമുക്ക് അവസരം ലഭിച്ചത് അൽഹംദുലില്ലാഹ് സന്തോഷമുള്ള ആണ്. നമുക്കറിയാം, പ്രവാസ ലോകത്തേക്ക് കടന്നു വരുന്ന യുവത്വങ്ങൾക്ക് ഒറ്റപ്പെടലിന്റെയും വിരഹതയുടെയും ഒക്കെ പ്രയാസത്തിൽ അവരെ ചേർത്ത് നിർത്തുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ, ഞങ്ങളുണ്ട് നിങ്ങളെ സമാധാനിപ്പിക്കാൻ, ഞങ്ങളുണ്ട് നിങ്ങൾക്ക് കൂട്ടായി എന്നുള്ളൊരു സന്ദേശമാണ് റിസാല സ്റ്റഡി സർക്കിൾ പ്രവാസി യുവത്വങ്ങൾക്ക് നൽകുന്നത്. ചേർത്ത് പിടിക്കുക, സാന്ത്വനമേകുക, കൂടെ ഉണ്ടാവുക എന്നുള്ളൊരു സന്ദേശമാണ് പ്രവാസി സംഘടനകളുടെ മഹത്തായ കർമ്മം നമുക്കെല്ലാം അറിയാം. അലൈനിലെ വളരെ ആദരണീയരായ സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. ഓരോ സാമൂഹിക സംഘടനകൾക്കും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ കടമകളുമൊക്കെ ഈ രീതിയിൽ പ്രവാസി സമൂഹത്തിൻ്റെ
പുരോഗതിയും അവർക്ക് സാന്ത്വനമേകുക എന്നുള്ളതൊക്കെയാണെന്ന് പറയേണ്ടതില്ലല്ലോ. RSC മുന്നോട്ട് വെക്കുന്ന ഈ പ്രമേയം അതിന് വിശദമായ രീതിയിൽ തന്നെ നമ്മുടെ കീനോട്ട് അവതരണത്തിൽ ബഹുമാനപ്പെട്ട റാഷിദ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, വിഭവങ്ങൾ, ഈ പ്രപഞ്ചത്തിലെ ഓരോ വിഭവങ്ങളും അത് സന്തുലിതാവസ്ഥയിൽ അത് ക്രമീകരിക്കപ്പെടുമ്പോഴാണ് ജീവിതം സുഗമമാവുകയുള്ളൂ എന്നൊക്കെ നമുക്കറിയാം. പടച്ച തമ്പുരാൻ അതിനെ ക്രമീകരിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പർവ്വതങ്ങളും നദികളും കിണറുകളും എല്ലാം തന്നെ അതിൻ്റെതായ ഒരു രൂപത്തിലാണ് ഇവിടെ ഉള്ളത്. ജലം, ഭക്ഷണം, ഇവയൊക്കെ പ്രകൃതി വിഭവങ്ങൾ. അത് ഒരു കേന്ദ്രത്തിൽ ഒതുങ്ങി നിൽക്കാതെ അത് എല്ലാവരുടേതുമാണ്. മനുഷ്യർക്ക് മാത്രമല്ല, ജീവജാലങ്ങൾക്കും മറ്റുമൊക്കെ അവകാശപ്പെട്ടതാണ് എന്നൊരു ബോധത്തോടു കൂടി അതിനെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് വിഭവങ്ങൾ അത് വിതരണമാവുക. നമുക്കറിയാം, പ്രകൃതി വിഭവങ്ങൾ അത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ കിണറിലെ വെള്ളം എൻ്റെ സ്ഥലത്ത് ഞാനുണ്ടാക്കിയ കിണറാണ്, അത് എൻ്റെ പൂർണ്ണമായിട്ട് അധികാരത്തിലാണ് എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിൽ നിന്ന് മാറി എൻ്റെ വീട്ടിലെ കിണറിലെ ജലം അതിൻ്റെ ആദ്യത്തെ അവകാശി ഞാനും, രണ്ടാമത്തെ അവകാശി എൻ്റെ അയൽവാസിയും, മൂന്നാമത്തെ അവകാശി എൻ്റെ വീട്ടിലുള്ള ജന്തുക്കളും, നാലാമത്തെ അവകാശം മാത്രമാണ് നമുക്ക് ജലത്തിനും മറ്റു കൃഷിക്കും ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഇസ്ലാമിക നിയമം. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ എൻ്റെ കിണർ അതെങ്ങനെയായാലും കുഴപ്പമില്ല, തൊട്ടടുത്തവൻ്റെ കിണർ അതെവിടെയായാലും കുഴപ്പമില്ല, നമ്മുടെ സെപ്റ്റിക് ടാങ്കിൻ്റെ അടുത്തായാലും കുഴപ്പമില്ല, എൻ്റെ കാര്യങ്ങൾ എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാടുകളിലുമൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിഭവങ്ങൾ നമ്മളത് മാത്രമല്ല, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. നമുക്കറിയാം, പക്ഷികൾ, പറവകൾ ഭക്ഷിക്കുന്ന ധാന്യങ്ങൾ അത് സദക്കയിൽ പെടും. അത് അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അത് അവരെ കൊല്ലലോ അതല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ ക്രമീകരിക്കലോ പാടില്ല എന്ന് പോലും പറയുന്ന ഏത് നമുക്കുള്ള പാഠമാണതല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞത് പ്രകൃതി വിഭവങ്ങളുടെ കാര്യമാണ്. ഈ വിഭവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യ വിഭവം, മനുഷ്യ സമ്പത്ത് ഒക്കെ. ഇവിടെ RSC മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട അജണ്ടയിൽ മനുഷ്യ വിഭവങ്ങൾ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് അതിന്റെ പ്രധാന അജണ്ട. നമുക്കറിയാം, ഏതൊരു രാജ്യവും ഏതൊരു സമൂഹവും അതിൻ്റെ ക്രമീകരണങ്ങൾ, അതിൻ്റെ പുരോഗതി അത് വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും സാമൂഹികപരമായും അതിൻ്റെ പുരോഗതി ഉണ്ടാകുന്നത് അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോഴും അത് പൊതുസമൂഹത്തിന് ഉപകാരപ്രദ രീതിയിൽ ഉത്തമ പൗരന്മാരെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധ്യമാകുമ്പോഴുമാണ് മനുഷ്യ വിഭവങ്ങൾ അത് ഫലപ്രദമാവുകയുള്ളൂ. ആ രീതിയിൽ പരസ്പരം അറിഞ്ഞും കൊടുത്തും വാങ്ങിയും ഉള്ള ജീവിതം ഉണ്ടാകുമ്പോഴേ ആ രാജ്യം അല്ലെങ്കിൽ ആ ഒരു സമൂഹം പൂർണ്ണ അർത്ഥത്തിൽ ആരോഗ്യമുള്ള സമൂഹമായി മാറുകയുള്ളൂ. എന്ന് നമുക്കറിയാം, നമ്മളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ നമ്മളൊക്കെ സ്വന്തം കുടുംബത്തിലേക്ക് ഞാനും എൻ്റെ സമ്പാദ്യവും എൻ്റെ കുടുംബവും എന്ന രീതിയിലേക്ക് ഒതുങ്ങുമ്പോഴേക്കും അതെല്ലാം നമ്മുടേത് മാത്രമല്ല, നമുക്ക് കുറെ ബാധ്യതകളും കടപ്പാടുകളും ഉണ്ട്. സമൂഹത്തിനോട് കടപ്പാടുണ്ട്, നമ്മുടെ അയൽപക്കത്തോട് കടപ്പാടുണ്ട്, ഈ രാജ്യത്തോട് കടപ്പാടുണ്ട് എന്ന രീതിയിൽ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് ഈ മനുഷ്യരായി മാറുന്നത്. നാട്ടിൽ നമ്മളിതൊക്കെ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ വിദ്യാഭ്യാസപരമായിട്ട്
നമ്മുടെ വളർച്ച പുരോഗതിയെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പ്രവാസത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി പലരും പല ലക്ഷ്യങ്ങളിൽ അതല്ലെങ്കിൽ പ്രാരാബ്ദങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അതല്ലെങ്കിൽ പ്രാരാബ്ദങ്ങൾക്ക് പരിഹാരമായി കൊണ്ടാണ് പ്രവാസത്തിലേക്ക് ഏതൊരാളും വരുന്നത് എങ്കിൽ ഇവിടെ നിന്ന് നിലച്ചു പോയിട്ടുള്ള അവന്റെ വിദ്യാഭ്യാസപരമായ വളർച്ച മുരടിച്ചു പോകാതെ അവർക്ക് വേണ്ട രീതിയിൽ വിദ്യ അഭ്യസിക്കാനും അത് തുടരാനുമുള്ള മാർഗങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവാസി ഘടകങ്ങളായ ICF-ഉം അതുപോലെ തന്നെ RSCയും ഈ രീതിയിലുള്ള ഈ പ്രവാസി സമൂഹത്തിന്റെ പുരോഗതിയും അവരുടെ ലക്ഷ്യവും അവരുടെ വളർച്ചയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നത്. സാംസ്കാരികപരമായും സാഹിത്യപരമായും അഡ്രസ് ചെയ്യപ്പെടുമ്പോൾ RSC ആ രീതിയിൽ യുവത്വത്തെ അഡ്രസ് ചെയ്യപ്പെടുമ്പോൾ ICF പൊതുസമൂഹത്തിൽ പ്രവാസം അഭയമാണ് അതല്ലെങ്കിൽ പ്രവാസം പ്രകാശമാണ് എന്ന രീതിയിൽ പ്രവാസികളുടെ അഭയമായ ICF-ഉം ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായും മുതൽ കൊടുത്തുകൊണ്ടും പ്രവർത്തിക്കുന്നു. രണ്ടും ഒരേ ഉടക്കയിലുള്ള രണ്ട് സംഘടനകൾ മാത്രമാണ്. ലക്ഷ്യം നമ്മുടേതെല്ലാം ഒന്നാണ്. ഇവിടെ ICF വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കളുടെ പുരോഗതി അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഈ പ്രവാസ ലോകത്ത് ഉണ്ടാകുന്നുണ്ട്. നാട്ടിലെ സ്കൂളുകളിലോ നാട്ടിലുള്ള ക്യാമ്പസുകളിലോ അവർ പഠിക്കുന്ന കാലത്ത് ലഭ്യമാകേണ്ട പല സംഭവങ്ങളും പല കഴിവുകളും അവരുടേതായ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള വളർത്താനുള്ള വേദികൾ അവർക്ക് നഷ്ടപ്പെടുമ്പോഴാണ് ഇവിടെ RSC സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ഏകദേശം 13 സാഹിത്യോത്സവങ്ങൾ വളരെ വിജയകരമായി അത് പ്രവാസത്തിന്റെ ആഘോഷമായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചു. വിദ്യാർത്ഥികളുടെ ലക്ഷ്യമാണ് പ്രധാനമായിട്ടും അതുകൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഓടൊപ്പം തന്നെ യുവത്വത്തിന്റെയും പുരോഗതി അതിൽ കൂടി നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു പ്രവാസികൾക്കിടയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് പുതുതലമുറയെ ആരോഗ്യകരമായ രീതിയിൽ വളർത്തിയെടുക്കുകയും മദ്യത്തിനും മയക്കുമരുന്നിനും അതല്ലെങ്കിൽ സ്വന്തത്തിലേക്ക് ഒതുങ്ങിപ്പോകുന്നതിൽ നിന്നും അവരെ ഒരു ധാർമ്മിക ബോധത്തിൽ അതല്ലെങ്കിൽ ഒരു ഉത്തമ പൗരനായി അവരെ മാറ്റിയെടുക്കുന്ന പ്രക്രിയകളാണ് പ്രവാസ ലോകത്തിലെ സംഘടനകളായ ICF-ഉം RSCയും ഒക്കെ നടത്തുന്നത്. ICF അടുത്ത ഒരു വർഷം 2024 ബെറ്റർ ടുമോറോ ബെറ്റർ വേൾഡ് മാനവ വികസന വർഷമായിട്ട് ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് വ്യത്യസ്തങ്ങളായ പരിപാടികളുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ RSC വിസ്ഡം പോലെയുള്ള പദ്ധതികൾ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളുടെ പഠനത്തിൽ പുരോഗതിക്ക് വേണ്ടിയിട്ട് അതിന് സഹായകരമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രവാസ ലോകത്ത് പഠനം നമുക്ക് അന്യമായി പോവുകയും അതല്ലേ തുടരാൻ കഴിയാതെ പോവുകയും ചെയ്ത ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ICF ഗ്ലാഡ് എന്ന ഒരു തുടർ വിദ്യാഭ്യാസ ഓൺലൈൻ പദ്ധതി തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതൊരു വർഷം പൂർത്തിയാക്കുകയാണ്. അതിന്റെ കൂടുതൽ കോഴ്സുകളും മറ്റുമൊക്കെ ആയിട്ട് ആ ഒരു പരിപാടികളും നമ്മൾ തുടക്കം കുറിച്ചു. അങ്ങനെ നമ്മൾ പ്രവാസത്തിലായാലും നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായാലും നമ്മുടെ വിദ്യാഭ്യാസം അത് മുടങ്ങിപ്പോകേണ്ടതല്ല. അത് നമുക്ക് എവിടെയായാലും അത് പരിപോഷിപ്പിക്കുകയും നമുക്ക് നാളെ നല്ല രീതിയിലുള്ള ഇവിടെ തിരിച്ചു പോകേണ്ടി വന്നാലും നമ്മുടെ പഠനം അവസാനിക്കാത്ത അതല്ലെങ്കിൽ പഠനം മെച്ചപ്പെടുത്തിക്കൊണ്ട് നാട്ടിൽ നല്ല രീതിയിലേക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരമാണ് ഗ്ലാഡ് എന്ന പദ്ധതിയിൽ കൂടി നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് പ്രവാസികൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ആരോഗ്യപരമായ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഈ ഡിസംബർ മാസത്തിൽ ICF മുന്നോട്ട് വെക്കുന്ന ഹെൽത്തോറിയം പരിപാടി. ഡയബറ്റീസ്, കിഡ്നി സംബന്ധമായ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പ്രവാസി സമൂഹത്തിന് ബോധവാന്മാരാക്കുക, അതിനു പറ്റിയ മെഡിക്കൽ ക്യാമ്പുകളും ഒക്കെ നടത്തി അവരെ ബോധവാന്മാരാക്കി പ്രധാനമായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ നമ്മൾ അഡ്രസ് ചെയ്യപ്പെടുകയാണ്.
അതുപോലെ തന്നെ അടുത്ത 2 മാസം കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എക്സ്പോ, അത് കഴിഞ്ഞിട്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങിയ വിധങ്ങളായ പരിപാടികൾ ICF മുന്നോട്ട് വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ചേർത്ത് പറയേണ്ടതാണ്, നമ്മുടെ ഈ പറഞ്ഞ വിഭവങ്ങൾ, മനുഷ്യ വിഭവങ്ങൾ, അത് ഏത് രീതിയിൽ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം നാം പ്രവാസത്തിലേക്ക് വരുന്നതോടുകൂടി ചില സൗകര്യങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ചില പോരായ്മകളുമുണ്ട്. ആ സൗകര്യങ്ങൾ നമ്മൾ നല്ല രീതിയിലേക്ക് ഉപയോഗപ്പെടുത്തുകയും അതിനെ പൊതുസമൂഹത്തിന് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ജീവകാരുണ്യ സാന്ത്വന സേവന മാർഗങ്ങളിലേക്ക് അതിനെ വഴിതിരിച്ചു വിടുകയും ആ രീതിയിൽ നമ്മൾ പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുകയും അതിന് പരിഹാരങ്ങളാവുകയും ചെയ്യുന്ന ഒരു നല്ല രീതിയിലുള്ള സാന്ത്വന മനസ്സുള്ള, സേവന മനസ്സുള്ള, കാരുണ്യ മനസ്സുള്ള പ്രവർത്തകരും അതുപോലെ സമൂഹമായി മാറിയാൽ മാത്രമേ നമ്മുടെ ഈ ഒരു പ്രവാസത്തിൽ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെ നമ്മൾക്ക് പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന ഉത്തമ ബോധം കൊണ്ടാണ് ഇത്തരം പരിപാടികളൊക്കെ നാം ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. RSCയുടെ ഈ ഒരു ചർച്ചാവേദിയിൽ ഇങ്ങനെ ഒരു വിഷയം കാലിക പ്രസക്തമായതാണ്. തീർത്തും ഇത് ഇവിടെ പറഞ്ഞതുപോലെ വിവിധങ്ങളായ പദ്ധതികളും പരിപാടികളും ഒക്കെ ഈ ത്രൈവം എന്ന പരിപാടിയുടെ ഭാഗമായി നടക്കുന്നുണ്ടാവും. അതിലൊക്കെ എല്ലാ പൊതുസമൂഹത്തിന്റെയും വിശിഷ്ട അലയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള നേതൃത്വത്തിന്റെയും ഒക്കെ ഇടപെടലുകളും സഹായങ്ങളും ഉണ്ടാവണം. നേരത്തെ മണികണ്ഠൻ സാർ സൂചിപ്പിച്ചതുപോലെ ഷെയ്ഖുനാ FP ഉസ്താദിന്റെ 2012 ISCയിൽ നൽകിയ ആദരം പരിപാടിയിലൊക്കെ ISCയുടെ വലിയ സഹായം നമുക്ക് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതെന്നും ഓർക്കുന്നതാണ്. അത്തരം ഒരു പരിപാടി നമുക്ക് ഇവിടെ നടത്താൻ സാധ്യമായിട്ടുള്ളത് തീർച്ചയായിട്ടും മണികണ്ഠൻ സാറെ പോലെയുള്ള അന്നത്തെ ISCയുടെ നേതൃത്വവും ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെയും ഒക്കെ പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് ആ പരിപാടി നടത്തിയത് എന്ന് ഒരിക്കൽ കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഏതായാലും ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എത്തുന്നു. പ്രിയപ്പെട്ട റാഷിദ് പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ഇൻകാസിന്റെയും അതുപോലെ തന്നെ ISCയുടെയും ഒക്കെ പ്രതിനിധികളും കൃത്യമായിട്ട് നമ്മോട് പ്രമേയം പറഞ്ഞു. മാനവികതയെ ഉണർത്തുന്നു എന്ന പ്രമേയം ഏത് പരിപാടിയുടേതായിരുന്നു? ഓർമ്മ? കേരളയാത്രയുടെ അന്ന് ആ പ്രമേയത്തെ കൊണ്ടുപോയി വെക്കാൻ കഴിയാത്ത ഒരു ഇടവും എന്തുണ്ടായിരുന്നില്ല, ബാക്കി ഉണ്ടായിരുന്നില്ല, അല്ലേ? ശരിക്കതൊരു ചെറിയൊരു ക്യാപ്ഷൻ ആണെങ്കിലും ആ പ്രമേയത്തെ നമ്മുടെ ഉസ്താദുമാരും അല്ലെങ്കിൽ നമ്മൾ ക്ഷണിക്കപ്പെടുന്ന അതിഥികളുമൊക്കെ ചർച്ച ചെയ്ത് വളരെ വിശാലമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. റിസാല സ്റ്റഡി സർക്കിളും അതുപോലെ അതിൻ്റെ സഹോദര സംഘടനയായി പ്രവാസത്തിലുള്ള ICFും ഒക്കെ ഒരുപാട് പ്രമേയങ്ങൾ സമൂഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, സമ്മാനിച്ചിട്ടുണ്ട്. ന്യൂ നോർമൽ യുവത്വം, മാരികൾക്ക് ലോക്കിടും എന്ന് കൊറോണ കാലത്ത് നല്ല പ്രമേയം കൊണ്ടുവന്ന് അടങ്ങി ഒതുങ്ങി ലോക്ക്ഡൗണിൽ ചെലവഴിച്ചിരുന്ന ഒരു സമൂഹത്തെ കൃത്യമായി ഓൺലൈനിലൂടെ പുഷപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ക്രിയാത്മകമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയ ഒരു സംഘമാണ് റിസാല സ്റ്റഡി സർക്കിൾ. ആ സംഘം പുതിയതായി സമൂഹത്തിലേക്ക് കൊടുക്കുന്ന പുതിയ കാല പ്രമേയം അതാണ് വിഭവം കരുതണം, വിപ്ലവമാവണം എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ സാങ്കേതികപരമായിട്ടുള്ള ചർച്ചയിലൂടെയാണ് സത്യം പറഞ്ഞാൽ കീനോട്ടും മറ്റുള്ളതൊക്കെ പോയത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രമേയത്തെ വളരെ വിശാലമായ തലത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അതിനൊരു ഉദാഹരണം തമാശ രൂപത്തിൽ പറയാം. റൂമിൽ, ബാച്ചിലേഴ്സിന്റെ റൂമിൽ നല്ല മീൻ പൊരിച്ചതുണ്ട്. എണ്ണം കണക്കാക്കി മുറിച്ച മീന് കഷ്ണം പൊരിച്ചു വെച്ച ആ റൂമിൽ ഡ്യൂട്ടി കഴിഞ്ഞ് അവസാനമെത്തുന്ന അദ്ദേഹത്തിന് ആ മീൻ പൊരിച്ചതാകുന്ന വിഭവം കരുതി ആര് വെക്കണം? നമ്മൾ വെക്കണം. അപ്പൊ അതാണ് പറഞ്ഞത്, ഈ വിഷയത്തെ ഏതെല്ലാം തലത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇനി ഒന്നും കൂടി ആത്മീയമായി പറഞ്ഞാൽ അല്ലേനിൽ അല്ല എന്നല്ല, UAE ഇന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു
വിഭവം നമ്മുടെ അല്ലയിലുണ്ട് ആത്മീയപരമായിട്ട്. ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് ആ വിഭവത്തെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഈ മണ്ണ് എന്ന് പറയുന്നത്, അല്ലേന്റെ മണ്ണ് എന്ന് പറയുന്നത് ഒരു എല്ലാ വിത്തും കൃത്യമായി മുളച്ച് പന്തലിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക ഒരു കെമിസ്ട്രി ഉള്ള ഒരു മണ്ണാണ് ഈ മണ്ണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കഅബ് തങ്ങളുടെ മണ്ണാണ് ഈ മണ്ണ്. ബഹുമാനപ്പെട്ട അംസം സിലിയാർ റിസാല സ്റ്റഡി സർക്കിളിന്റെ UAE ഞങ്ങളുടെ പ്രഥമ ചെയർമാൻ കൂടിയാണ് ബഹുമാനപ്പെട്ട അംസം സിലിയാർ. അതുപോലെ നാസറാജിക്ക, അതുപോലെ മജീദ് സഖാഫി, അതുപോലെ തുടങ്ങി ഇവിടെ ഇരുന്നിരുന്ന എല്ലാവരും റിസാല സ്റ്റഡി സർക്കിളിനും പ്രസ്ഥാനത്തിനും അഡ്രസ് ഉണ്ടാക്കിയവരാണ്, അസിസ്ക അടക്കം. അപ്പോൾ ആ ഒരു മണ്ണിലാണ് നിങ്ങൾ ഇവിടെയുള്ളത്. നമ്മൾ ഈ 30ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ക്ലബ് ദീപകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക 30 അംഗ സംഘം ഒരു സെക്ടറിൽ, ഏകദേശം ഇവിടെ 7 സെക്ടർ ഉണ്ട്. അപ്പൊ അത്രത്തോളം വരുന്ന കുട്ടികളെ സമൂഹത്തിന് പൊതുസേവനത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളതൊക്കെ ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹത്തിന് സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ലീഡേഴ്സ് വളർന്നു വന്ന ആ മണ്ണിലാണ് നിങ്ങൾ ഈ സംഘത്തോടൊപ്പം ചേർന്ന് മുന്നോട്ട് വരുന്നത്. എന്തായാലും അതൊന്നും എന്ത് ചെയ്യില്ല, നഷ്ടമാവില്ല. ത്രൈവപ്പ് എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. ഒരുപാട് പദ്ധതികൾ ഈ ത്രൈവപ്പിന്റെ അല്ലെങ്കിൽ 30ാം വാർഷികത്തിന്റെ അവസാന പദ്ധതിയായിട്ട് യൂണിറ്റുകളിൽ യൂത്ത് കോൺഫറൻഷ്യ എന്ന് പറയുന്ന വിശാലമായ സമ്മേളനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. നമ്മളെ ഈ അല്ലയിലുള്ള മുഴുവൻ സാമൂഹിക സാംസ്കാരിക ബഹുജന വിഭാഗങ്ങളെ നമ്മുടെ മുഴുവൻ പരിപാടിയിലും നമുക്ക് ഭാഗവാക്കാകാൻ വേണ്ടി കഴിയണം. അതുപോലെ ഒരു കാര്യം കൂടി നിർത്തുകയാണ്. ത്രൈവ് ത്രൂ എന്ന് പറയുന്ന ഒരു സർവേ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രവാസികളുടെ ജീവിതത്തിന്റെ സകല മേഖലകളും ടച്ച് ചെയ്യുന്ന രൂപത്തിൽ, സാമ്പത്തികപരമായിട്ടും എല്ലാ മേഖലകളും ടച്ച് ചെയ്യുന്ന രൂപത്തിൽ ഒരു സർവേ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ സർവേയുടെ അവസാന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സർവേയുടെ റിസൾട്ട് വെച്ചിട്ട് പ്രവാസത്തിലെ യുവത്വത്തിന് സമൂഹത്തിന് എന്താണോ ആവശ്യമുള്ളത് അത് ആ പദ്ധതിയായി അവരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ സർവേ എന്ത് ചെയ്തിട്ടുള്ളത്, തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഒരു സർവേ നമ്മുടെ പൊതുസമൂഹത്തിൽ കൃത്യമായി ചെയ്ത് അതിന്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. 2006 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ മുൻകാലത്ത് ആളുകളിൽ നിന്ന് കേട്ടതാണ്, 2006 RSC റിസാല സ്റ്റഡി സർക്കിളിന് അൽ-ഐനിൽ ആദ്യത്തെ യൂണിറ്റ്, സനായിയയിൽ യൂണിറ്റ് രൂപീകരിക്കപ്പെടുന്നത്. 2ാമത്തെ യൂണിറ്റായിട്ട് അൽ-ഐനിൽ രൂപാന്തരപ്പെട്ടത് കുവൈത്താത്ത യൂണിറ്റാണ്. 3ാമത്തത് മഴത്തറവാത്താണ്. അതുപോലെ ആ 3 യൂണിറ്റിൽ നിന്നും ഇന്ന് അൽഹംദുലില്ലാഹ് എത്ര യൂണിറ്റ് ഉണ്ട് അൽ-ഐനിൽ? 35 യൂണിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിശാലമായി വളർന്നിട്ടുണ്ട്. ആ ഒരു വിശാലത നമ്മുടെ പ്രവർത്തന മേഖലയിൽ കൂടി നമ്മൾ കണ്ടെത്തുകയും വരുത്തി തീർക്കുകയും ചെയ്യണമെന്ന് മാത്രം ഉണർത്തി, ഇൻഷാ അല്ലാഹ് ഇതൊരു തുടക്കം മാത്രമാണ്. ത്രൈവപ്പ് 30ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പദ്ധതികൾ വരുവാനുണ്ട്. അതിലൊക്കെ എല്ലാവരുടെയും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രകൃതി വിഭവങ്ങൾ ഏറ്റവും വലിയ മാതൃകയാണ്. തൻ്റെ സന്തത സഹചാരിയായ സ്വഹാബി വര്യനോട് എനിക്ക് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി, തിരുനബിയെ, അവർക്ക് എന്താണ് ഞാൻ ചെയ്തു കൊടുക്കാനുള്ളത്, എന്താണ് അവർക്ക് വേണ്ടി ഞാൻ നൽകേണ്ട വിഭവം, അവർക്ക് വേണ്ടി നാളെ ഉപകാരപ്പെടുന്ന വിഭവം എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാനുള്ളത് ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി ഒരു കിണർ കുഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് പറയുന്നത്, വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത് തേവുന്ന കിണറ്റിലെ വെള്ളത്തിന് ശുദ്ധത ഉണ്ടാകൂ എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ വിഭവങ്ങളെ ഒരിടത്ത് കുന്നുകൂടാതെ ഇസ്ലാമിന്റെ സക്കാത്ത് രീതി പറയുന്ന പോലെ സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ത് വിഭവമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും നമുക്ക് അതിൽ മാതൃകയുണ്ട്.
നേരത്തെ ഇവിടെ സംസാരിച്ചവരൊക്കെ പറഞ്ഞു, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ വിദ്യാഭ്യാസ വിപ്ലവ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, മൻസൂലാൻ ഇൽമിൻ ഫഖതമു യൗമൽ ഖിയാമത്തി ബിൽ ജാമിഅ എന്ന ഒരാളോട് ഒരു അറിവിനെ കുറിച്ച് ചോദിക്കുകയും അയാൾ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാതെ മൂടി വെക്കുകയും ചെയ്താൽ അവൻക്ക് നാളെ മരണത്തിന് ശേഷം അവനക്ക് തീനാളത്താലുള്ള കടിഞ്ഞാണിട്ട് അവനെ നാളെ ശിക്ഷിക്കപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വിഭവങ്ങളെ സക്രിയമായി ഉപയോഗപ്പെടുത്തുകയും അത് നാളേക്കുള്ള വലിയ വിപ്ലവമായി നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയുകയും അതിന്റെ തുടക്കം ഇപ്പോൾ തന്നെ കബീർദാസിന്റെ ദോഹയിൽ നിന്ന് കടമെടുക്കുകയാണെങ്കിൽ കൽ കരേസെ ആജ് കരോ ആജ് കരേസെ അഭി കരോ, നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യുകയും ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പൊ ചെയ്യുകയും ചെയ്യുക എന്നുള്ള ആ ഒരു വലിയ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി റിസാല സ്റ്റഡി സർക്കിളിന്റെ പ്രവർത്തകർ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ, ഈ ആശയത്തിന്റെ ഷെയറിങ്ങുകൾ നിങ്ങളെല്ലാവരും നടത്തണം. കൂട്ടത്തിൽ നമ്മുടെ വിശിഷ്ടാതിഥികൾ അവർക്കും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഈ ഒരു ആശയത്തിന്റെ കൈമാറ്റം നിങ്ങൾ നടത്തണമേ എന്ന് നിങ്ങളോട് എല്ലാവരെയും ഉണർത്തിക്കൊണ്ട് ഏറ്റവും സ്നേഹമുള്ള നേതാക്കൾ, പ്രവർത്തകരെ, അൽഹംദുലില്ലാഹ് പറയാൻ വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ് പിന്നിലേക്ക് നോക്കുമ്പോൾ 30 വർഷം പൂർത്തിയാവുകയാണ്. അൽഹംദുലില്ലാഹ് അറസിയുടെ ആദ്യ കാലഘട്ടത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, സോൺ കമ്മിറ്റി മാത്രം. അതിൻ്റെ കീഴിലായിരുന്നു ലൈനിലെ എല്ലാ ഏരിയകളിലും പ്രവർത്തനം നടന്നിരുന്നു. അൽഹംദുലില്ലാഹ് 35ഓളം യൂണിറ്റിൽ നിന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അൽഹംദുലില്ലാഹ് റബ്ബ് തആല പ്രവർത്തിച്ച എല്ലാവർക്കും മാറാവട്ടെ. ഓരോ പ്രവർത്തകനും സന്തോഷിക്കാൻ പറ്റിയ വലിയൊരു വേളയാണ് ഈ അവസരം. പലപ്പോഴും നാട്ടിൽ നിന്ന് പുതിയ ആളുകളൊക്കെ കടന്നു വരുമ്പോൾ അവരെ ചാപ്പിട്ടുകുട്ടികൾ പരിപാടിയുണ്ടായിരുന്നു. ആളുകൾ കുറവായിരുന്ന കാലഘട്ടം. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അറിയിക്കുന്ന ആൾ വരുന്നുണ്ട്, പിടിച്ചോണ്ടി നല്ല അവരടുത്ത് പോയി സോപ്പിട്ട് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ കിട്ടിയ ഒരുപാട് ആളുകൾ ഇന്ന് അൽഹംദുലില്ലാഹ് വളരെ സജീവമായി പ്രവർത്തനം രംഗത്തുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്ന് ഫോണിൻ്റെ കുറവുണ്ട് തോന്നുന്നുണ്ട്. ഇന്ന് വണ്ടിയിലേക്ക് വരുമ്പോൾ 2 ആളുകൾ അങ്ങനെ പറയുന്നത് ആർസിക്കാർക്ക് ബന്ധപ്പെടുത്തി കൊടുക്കണം, ജോലിയൊക്കെ സജീവമായിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ കണ്ടെത്തി ഇനി ഗൾഫിലേക്ക് വരുമ്പോൾ ഏത് ഭാഗത്തേക്കും തിരിയാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. എങ്ങോട്ടാണ് പിടിച്ച് വലിക്കുന്നത് അങ്ങോട്ട് പോകും. അതുകൊണ്ട് നമ്മളെ പെട്ട അൽഹംദുലില്ലാഹ് ഈ സംഘത്തിൽപ്പെട്ടു പോകും. പ്രവാസികളെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, വലിയൊരു സമ്പത്താണ് ആരോഗ്യം എന്നുള്ളത്. അതുപോലെ ഒഴിവ് സമയം പലപ്പോഴും പറയാറുണ്ട്, ഒഴിവ് സമയത്തിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവരുമായി താരതമ്യം ചെയ്യാം. ഒരിക്കൽ മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ ഒരു പരിപാടി പങ്കെടുത്തപ്പോൾ ഉസ്താദ് ഒരു ചോദ്യം ചോദിച്ചു, എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ട്? 80% ആളുകൾ പറഞ്ഞ 8 മണിക്കൂറിലേറെ പറഞ്ഞു. ഉറങ്ങുന്ന സമയമാണ്. ഉസ്താദ് പറഞ്ഞു, ഞാൻ 3 മണിക്കൂറാണ് ഉറങ്ങാറുള്ളത്. അതും കിടന്നുറങ്ങിന് വളരെ അപൂർവമുള്ളൂ. യാത്രയിലായിരിക്കും കൂടുതൽ സമയവും. ബാക്കി 21 മണിക്കൂറും ഉസ്താദ് ചെലവഴിക്കുന്നത് നമുക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടിയാണ്. ഉസ്താദിൻ്റെ ആ 21 മണിക്കൂറും നമുക്ക് വേണ്ടി ഉസ്താദ് ചെലവഴിച്ചത് നമുക്കിന്ന് കാണാൻ കഴിയും, കണ്ടുപിടിക്കാൻ. പക്ഷേ ഈ അടുത്തൊരു മാസം മുമ്പ് ഉസ്താദ് പറഞ്ഞു, നേരത്തെ ഞാൻ എപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴാണ് ഉറങ്ങാറുണ്ടായിരുന്നത്. ഇപ്പോൾ ഉസ്താദ് പറഞ്ഞത് ശരീരം ഇങ്ങനെ ഉറങ്ങണം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഉസ്താദ് പറയാണ്, എൻ്റെ ശരീരം ഇങ്ങനെ ഉറങ്ങണം ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത്രയും ക്ഷീണം
ഉസ്താദിനുള്ള ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാണ്. ഒരുപാട് കാലം മാത്രമാണ് ഇനിയും ആസ്വദിക്കാനുള്ള ഭാഗ്യമുള്ള നമുക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവാസികളായ നമുക്ക് വിഭവ സമാഹാരത്തിന് എന്നോ ചിന്തിക്കേണ്ട സമയമാണ്. നേരത്തെ നീന്തലിൻ്റെ കാര്യം പറഞ്ഞല്ലേ. ഈ അടുത്ത് ICF സംഘടിപ്പിച്ച ഇരൽ കുലൂബ് എന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ കാണാൻ പറ്റിയപ്പോൾ തമാശ രൂപേണ ചോദിച്ചു, എന്താണ് സമാഹരിച്ചിട്ടുള്ളത്, വിഭവങ്ങൾ എന്തൊക്കെയുണ്ട്? ഒരു മിസ്കീൻ പറഞ്ഞു, കുറച്ച് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, പ്രമേഹം ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ എല്ലാവരും പോലെ പോകാനുള്ള നാട്ടിലേക്ക്. അവിടെ ചെന്ന വിപ്ലവം ഉണ്ടാവും ഉറപ്പാണ്, നല്ലൊരു വിപ്ലവം ഉണ്ടാവും. അതിനാണ് ഈ അടുത്ത് ജോലി പോയ സന്തോഷത്തിൽ ഭാര്യയ്ക്ക് വിളിച്ചു പറഞ്ഞു, പെണ്ണെ പണി പോയിട്ട് ഞാൻ അങ്ങോട്ട് വരികയാണ്, എന്തില്ലാന്ന്. പെണ്ണുങ്ങൾ പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ട, വേറെ പണി നോക്കുന്നു. ഒരു പ്രവാസിന്റെ ദയനീയമായൊരവസ്ഥയാണ്. ജോലി പോയ സന്തോഷം നാട്ടിലേക്ക് പോകാനുള്ള ആവേശത്തിൽ പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞ വിപ്ലവമായ മറുപടിയാണ് ഇത്, ഇങ്ങോട്ട് ജോലി ഇല്ലാതെ ഇങ്ങോട്ട് വരണ്ട, കുട്ടികളൊക്കെ ഇങ്ങനെ വളർന്ന് വരികയാണ്, അവർ ബോധം ഉണ്ടായിക്കോട്ടെ. ഓരോ പ്രവാസിയുടെയും ദയനീയമായ ചിത്രമാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ ഇത്തരം പ്രമേയം നമുക്കൊരു വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും. പ്രവാസികളെ നമ്മളെ സംബന്ധിച്ച് ദയനീയമായ കഥകളാണ്, ഇത്രയും ഒരുപാട് കഥകളുണ്ട്. അൽഹംദുലില്ലാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ഈ ഒഴിവ് സമയങ്ങൾ അത് വലിയ ഒരു സമ്പത്താണ്. അധികം ആളുകളും മറന്നു കളയുന്ന, വിസ്മരിച്ച് കളയുന്ന ഒരു സമ്പത്താണ് ഒഴിവ് സമയം എന്നുള്ളത്. ആ ഒഴിവ് സമയം എന്തെങ്കിലും ഇത്ര നല്ല കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ നമുക്ക് ബാക്കിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകും. അല്ലാഹു പ്രവർത്തിച്ച എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും ഒരുപാട് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നൽകുമാറാവട്ടെ. ഒരു യുവത്വ പ്രസ്ഥാനമാണ്. ഈ അടുത്ത് ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ ചോദിച്ചു, പുറത്തുനിന്ന് അങ്ങനെ കാണുന്നില്ല, പ്രവർത്തനത്തിലൊക്കെ ഇല്ലയെന്ന് ചോദിച്ചു. ഞാനിപ്പോഴും RSലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എത്ര വയസ്സായിരുന്നു? 50 വയസ്സായിരിക്കുന്നതാണ്. 50 വയസ്സായിട്ട് ഇപ്പോഴും അയാളെ RS എന്നുള്ള ഒരു ചിന്ത അയാളെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അന്ന് പ്രവർത്തിച്ച, ഇത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, 30 കൊല്ലത്തിന് മുമ്പ് പ്രവർത്തിച്ച ആ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും കയറിയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണോ കയറിയിരിക്കുന്നത് അതാ പോകുന്നേരം ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ആളുകൾ ഇത്തരം പ്രവർത്തന രംഗത്ത് സജീവമായി ഇപ്പോഴും പുറത്തൊക്കെ ഉണ്ട്. അവരൊക്കെ കണ്ടെത്തി ഇത്തരം കാര്യങ്ങളിലൊക്കെ സജീവമാക്കുന്ന തോഫിക്ക് ചെയ്യുമാറാവട്ടെ. വളരെ വിശദമായിട്ട് തന്നെ നാഷണൽ പ്രതിനിധികളും അല്ലെങ്കിൽ സാംസ്കാരിക പ്രതിനിധികളും ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. KMCCന്റെ പ്രതിനിധി ചില പെട്ടെന്ന് പോകേണ്ട അതുകൊണ്ട് ഇന്ന് വരുന്നതിൽ വിഷമം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളി സമാജത്തിന്റെ ഇന്ന് മറ്റൊരു പരിപാടി നടത്തുന്നതുകൊണ്ട് വരുന്നതിൽ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 313 പ്രധാന പദ്ധതി നമ്മുടെ യൂണിറ്റുകൾ നടത്തുന്ന സമ്മേളനമാണ്. ഈ വിഷയങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ യൂണിറ്റുകളിൽ അല്ലെങ്കിൽ വിവിധ മുഖ്യമൂലകളിൽ ബഹുജനങ്ങളെ പങ്കെടുച്ചുകൊണ്ട് നടത്തുന്ന യൂണിറ്റ് സമ്മേളനം ഇവിടെ യൂണിറ്റ് സെക്ടറിന്റെ പ്രതിനിധികൾ ഡേറ്റ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടും. വിഭവം കരുതണം, വിപ്ലവമാകണം എന്ന ശീർഷകത്തിൽ നാം നടത്തിയ പ്രമേയ വിചാരം ഇവിടെ സമാപിക്കുകയാണ്. മനുഷ്യൻ എന്ന വിഭവം ഏറ്റവും ക്രിയാത്മകമായി കൊണ്ട് നാം ഓരോരുത്തരും അത് വിപ്ലവമാക്കി തീർക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നാം എല്ലാം എത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവാസ ജീവിതം അത് മധുരമുള്ളതും അത് എന്നൊന്നും നമുക്ക് ഓർക്കപ്പെടാനുള്ളതും നമ്മുടെ ഫാമിലിയൊക്കെ വിട്ടറിഞ്ഞ് നിൽക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിലൊക്കെ ഒരു സുന്ദര സുമോമന നിമിഷങ്ങൾ നമുക്കെല്ലാം ഈ സംഘകുടുംബത്തോടുകൂടെ നാം ജീവിക്കുമ്പോൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു വിപ്ലവ ഗോതയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് പദ്ധതികൾ ഇവിടെ ഇതിന്റെ ഭാഗമായി നടക്കാനിരിക്കുന്നു. സർവേ മറ്റു പദ്ധതികൾ സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട് അവരിലേക്ക് ഇറങ്ങുന്നു. അതുപോലെ തന്നെ നമ്മുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് SSLC ടെസ്റ്റ്
ഇത്തരത്തിലുള്ള പദ്ധതികളുമായി നാം ഇനിയും മുന്നോട്ട് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് കൂട്ടുകാരെല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാകണം എന്ന് ഉണർത്തിക്കൊണ്ട് ഇവിടെ ഉദ്ഘാടന ഭാഷണം നടത്തിയ മജീദ് സഖാഫി ഉസ്താദിനെ കൃത്യമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇടപെട്ട് സംസാരിച്ച ISCയുടെ മണികണ്ഠൻ സാറ്, ഇൻഗാസിന്റെ സലീംക, അതുപോലെ തന്നെ ICF നാഷണൽ പ്രതിനിധി നാസർ കൊടിയത്തൂർ, RSC നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം എക്സിക്യൂട്ടീവ് സെക്രട്ടറി റാഷിദ് മൂർക്കനാട്, എക്സിക്യൂട്ടീവ് സെക്രട്ടറി കലാലയം എക്സിക്യൂട്ടീവ് സെക്രട്ടറി അല്ലമീൻ പൊന്നാനി, അതുപോലെ തന്നെ ICFന്റെ സെൻട്രൽ നേതാക്കൾ, RSC സെൻട്രൽ നേതാക്കൾ, മറ്റു ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി